വിവിധ വകുപ്പുകളുണ്ട്. ആരോഗ്യ വകുപ്പുണ്ട്, ജലസേചന വകുപ്പുണ്ട്, പൊതുമരാമത്ത് വകുപ്പുണ്ട്, വിധിശക്തിയുണ്ട്, പിന്നെ എന്തെല്ലാം ഗതാഗത വകുപ്പുണ്ട്, ആഭ്യന്തരമുണ്ട്. പക്ഷേ ഇല്ലാത്തൊരു വകുപ്പുണ്ട്. എന്താണ്? അത്ഭുതം എന്നൊരു വകുപ്പില്ല. ഉണ്ടോ? ഇല്ല. ഇവർ ചെയ്യുന്നതെല്ലാം അത്ഭുതങ്ങളാണെന്നുള്ളത് മറ്റൊരു സത്യം. എന്നാലും അത്ഭുതം എന്നൊരു വകുപ്പില്ല. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു, അവന് അവിടുന്ന് ആരാണ്? അത്ഭുത മന്ത്രിയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് തന്നെ അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. കർത്താവ് നിത്യപിതാവാണ്. എന്തുകൊണ്ടാണ് കർത്താവ് നിത്യപിതാവായിട്ട് മാറുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത് അധ്യായത്തിൽ കാണുന്നു. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഞാൻ ഈ വചനങ്ങൾ പറയുന്നത് ഇത് വചനപ്രഘോഷണമായതുകൊണ്ടാണ്. വചനപ്രഘോഷണത്തിൽ എന്ത് പറയണം? വചനം പറയണം. വേണ്ടേ? വചനപ്രഘോഷണത്തിൽ എന്ത് പറയണം? വചനം പറയണം. വചനം പറഞ്ഞില്ലെങ്കിൽ അതെന്താകത്തില്ല? വചനപ്രഘോഷണമാകത്തില്ല. ശരിയല്ലേ? അതിനാണ് ഞാൻ നിങ്ങളെ കൊണ്ടും വാക്യങ്ങൾ വായിപ്പിക്കുന്നത്. കാരണം ഇത് വചനപ്രഘോഷണമാണ്. വചനപ്രഘോഷണത്തിൽ വചനമാണ് നമ്മുടെ ആധാരം. വായിക്കാം. യോഹന്നാൻ 1:11. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ട്. 12-ാം വാക്യം എല്ലാവരും ചേർന്ന് വായിച്ചേ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ഒന്നുകൂടെ വായിച്ച്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. എങ്ങനെയാണ് കർത്താവ് നിത്യപിതാവായിട്ട് മാറുക? മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, താത്വികമായിട്ട് പറഞ്ഞാൽ ഈ മനുഷ്യരായ മനുഷ്യർക്കെല്ലാം ആരുമില്ലെന്നുള്ളതാണ് ഒരു സത്യം. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് പവർ വിഷൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ആ പിതാവ് പറഞ്ഞു, അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരികയാണ്, എളിമനായി എന്നെ കാണണമെന്നുള്ള വലിയ ആഗ്രഹത്തോടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കാരുമില്ല പാസ്റ്ററേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഭാര്യയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ആരുമില്ല. പിള്ളേരാണ്, പക്ഷേ എനിക്ക് ആരുമില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി, അമ്മച്ചിയും അടുത്തിടയ്ക്ക് മരിച്ചുപോയി. അപ്പനും അമ്മയും മരിച്ചപ്പോഴാണ് താൻ ജീവിതത്തെ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ആരും ഇല്ലെന്നും. അന്ന് എനിക്ക് കിട്ടിയ ഒരു വാക്കുണ്ട് വായനയിൽ, അഡൽട്ട് ഓർഫൻ എന്ന് പറഞ്ഞ്. അഡൽട്ട് ഓർഫൻ ഏത് പ്രായത്തിലാണെങ്കിലും അപ്പനും അമ്മയും മരിച്ച നമ്മൾ ഒരു പരിധി വരെ ആരാണ്? അനാഥരാണ്, അല്ലേ? ഇപ്പോൾ ഈ കെട്ടിച്ചു വിട്ട പിള്ളേരാണെങ്കിലും പ്രായമായാലും ഭർത്തൃ വീട്ടിൽ ഒരു വഴക്കൊക്കെ ഉണ്ടായാൽ ഓടി എങ്ങോട്ട് പോകും? അമ്മയെടുത്തോട്ട് പോകും. അമ്മയുള്ളിടത്തോളം കാലം പോവും. നാത്തൂനുണ്ടെങ്കിൽ അങ്ങ് പോകത്തില്ല, അല്ലേ? അമ്മയുള്ളിടത്തോളം കാലം അവിടെ പോകത്തില്ലേ? പോത്ത്. അമ്മയെടുക്കെ ചെന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിലും എല്ലാവരും ഓടി എവിടെ പോവും? അമ്മയുടെ അടുത്ത് പോവും. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ഏത് പ്രായത്തിലും അപ്പനും അമ്മയും നമ്മൾക്ക് വലിയ ഒരു സന്തോഷമാണ്. അതൊരു കാര്യമാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നമ്മൾ വന്നോ എന്നൊക്കെ തിരക്കാനും ഒക്കെ ഒരു അപ്പനും അമ്മയൊക്കെ ഉള്ളത് നല്ലതാണ്. ഇപ്പോഴത്തെ ഈ പിള്ളേരുടെയൊക്കെ ഒരു പ്രശ്നം, ഈ പിള്ളേർ പലപ്പോഴും വരാൻ താമസിക്കും. ഇവരിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കും. ഇതുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. ഇവരോട് ചോദിച്ചാൽ അവർക്ക് സിമ്പിൾ റീസണാണ്, ക്ലാസ്സിൽ ആയപ്പം സൈലൻ്റ് ആക്കി, പിന്നെ അത് മറന്നുപോയി. ഇവർ ഫോൺ വിളിച്ചപ്പം സൈലൻ്റാന്ന് പറയുമ്പോഴത്തേന് അമ്മ എന്താകും? വയലൻ്റ് ആകും, അല്ലേ? ഇവർ സൈലൻ്റ് ആകുമ്പോൾ അമ്മ എന്താകും? വയലൻ്റ് ആകും. അപ്പം അമ്മ ഒരു കാര്യം ചെയ്യും, നാട്ടിലുള്ളവരെ എല്ലാം എന്തു ചെയ്യും? വിളിച്ചത് നമ്മൾ പറഞ്ഞു. കൂട്ടുകാരത്തെ വിളിച്ചു, കൂട്ടുകാരത്തിൻ്റെ അമ്മയെ വിളിച്ചു, പിന്നെ വേണ്ടി വന്ന ടീച്ചറെയും വിളിക്കും. അപ്പോൾ ടീച്ചർ പറയും 3 മണിക്ക് പോയല്ലോ എന്ന് പറയുമ്പോഴത്തേന് പിന്നെ ആകെ പ്രശ്നമായി. കൊച്ചിങ്ങോട്ട് വന്ന് ചവിട്ടി കുലുക്കി ഒരൊറ്റ ബഹളമാണ്. നാണം കെടുത്തിയില്ലേ, ഞാൻ എന്നെ കൊച്ചാണ്, ഇപ്പം ഞാൻ കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് ചാവട്ടി കൂരിക്ക് പോയി. ചിലതാണെങ്കിൽ കഥ അങ്ങ് അടയ്ക്കും മുറിയുടെ, എന്നിട്ട് കട്ടിലെ കയറി കമന്നങ്ങ് കിടക്കും. മുഖം പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. JCB വന്നാലും പിന്നെ മറിയത്തില്ല. ശരിയല്ലേ? ഇതുങ്ങളെ ഒന്ന് കമത്തിയിടാൻ JCB വന്നാലും ഒക്കത്തില്ല. അപ്പോൾ ഇതുങ്ങൾ വല്ലതും ഒപ്പിക്കുമെന്ന് വെച്ചോണ്ട് പേടിച്ച് ജല്ലിക്കൂടെ വലിഞ്ഞ് കയറി നോക്കാൻ, പുറത്തു പോയി ജല്ലിക്കൂടെ നോക്കാൻ കയറി അമ്മ വീണ് കൈ ഓടിക്കും. എന്നാലും
ഈ പിള്ളേരൊക്കെ എന്നിട്ട് ഇതുങ്ങളെ കഴിക്കാൻ വിളിക്കുമ്പോൾ ഒരു ചാട്ടമുണ്ട്. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ എൻ്റെ പുറകെ കിടക്കുന്നത്? ഈ വേണ്ടാന്ന് പറയുമ്പോഴും പുറകെ നടക്കാൻ ഒരാളില്ലാതെ വന്നാൽ എന്തോ ചെയ്യും? നിങ്ങൾ ഈ അനാഥശാലയിൽ പോകണം. 7 മണിക്ക് ബെല്ലടിച്ച് തന്നെ പോയി എന്തു ചെയ്യും? കഴിക്കും. 3-4 വയസ്സുള്ള പിള്ളേർ ഒരു പ്ലേറ്റ് ചോറുണ്ണു. ഇതുങ്ങൾ ഈ പുറകെ നടന്ന് വാരി കൊടുക്കാൻ ആളുള്ളത് കൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നത്. അല്ലെങ്കിൽ പോയി എന്തു ചെയ്യും? കഴിക്കും. പിന്നെ അടുത്ത് വെക്കാൻ ആരും കാണത്തില്ല. വേണ്ടെന്ന് ആരും പറയത്തില്ല. ബെല്ലടിക്കുമ്പോൾ തന്നെ പോവും, കഴിക്കും, തന്നെ പോയി കുളിക്കും, തന്നെ പോയി കിടക്കും. 5 മണിയാകുമ്പം തന്നെ എഴുന്നേക്കും. ഇല്ലേ നല്ല കീറ് കിട്ടും അല്ലേ? നമുക്ക് ഈ പുറകെ നടക്കാൻ ഒരാൾ വേണ്ടേ? രാവിലെ തുടങ്ങുമെന്ന് എഴുന്നേക്കടി. എഴുന്നേറ്റാൽ പിന്നെ കുളിക്കടി. ഇടി ഒരു കടി, പിന്നെ കഴിക്കടി. ഇങ്ങനെ പുറകെ നടക്കാൻ ഒരാളില്ലാതെ വരുമ്പം പിന്നെ വീട് നിശബ്ദമാണ്. അന്നാണ് നമ്മൾ തിരിച്ചറിയുക ആരും ഇല്ലെന്നൊരു യാഥാർത്ഥ്യം. അപ്പം ഈ മനുഷ്യരൊക്കെ സത്യത്തിൽ ഒരു പരിധി വരെ ആരും ഇല്ലാത്തവരാണ്. ഇന്ന് ഈ മനുഷ്യരൊക്കെ സിറ്റി ലൈഫിൻ്റെ താല്പര്യപ്പെടുന്നവരാണ്. നമുക്കറിയാം, തിരുവനന്തപുരം ഒരു ചെറിയ സിറ്റിയാണ്. എന്നാൽ കുറച്ചുകൂടെ വലിയ സിറ്റികളുണ്ട്. മെട്രോപൊളിറ്റൻ സിറ്റി, മുംബൈ, ചെന്നൈ, ഇപ്പം കൊച്ചി പോലും ഒരു വലിയ സിറ്റിയായിട്ടൊക്കെ മാറുകയാണ്. അപ്പോൾ ഈ സിറ്റിയിലൂടെയൊക്കെ നമ്മൾ പോയി നിന്നാൽ, ഈ സിറ്റിയുടെ മേളിലുള്ള പാലങ്ങളിലൊക്കെ നിന്നാൽ താഴോട്ട് നോക്കിയാൽ ഭയങ്കര എരപ്പേ കാണത്തുള്ളൂ. ആയിരക്കണക്കിന് വണ്ടികളിങ്ങനെ നിർവിഘ്നം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതിനകത്തൊക്കെ ഇരിക്കുന്ന മനുഷ്യരാണ്. ആരാന്ന് നമുക്കറിയാമോ? ഇല്ല, ആയിരക്കണക്കിന് മനുഷ്യരാണ്. അപ്പോൾ സിറ്റി എന്നതിനെക്കുറിച്ച് ഞാൻ കേട്ട ഒരു നല്ല ഡെഫിനിഷനുണ്ട്. സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ആരും ഇല്ലാത്ത കുറേ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാ എന്ത്? സിറ്റി താമസിക്കുന്ന ആരാന്ന് നമുക്കറിയാമോ? ആർക്കും അറിയത്തില്ല. അടുത്ത് താമസിക്കുന്ന ആരാന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ആരോരും ഇല്ലാത്ത ഒത്തിരി മനുഷ്യരെ എവിടെ നിന്നൊക്കെയോ വന്ന് ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാ എന്ത്? സിറ്റിയാണ്. ഗ്രാമത്തിൽ പിന്നെയും പരസ്പരമൊക്കെ അറിയാം. മരിച്ചു കിടന്നാൽ പോലും ഇതാരാന്ന് അറിയാൻ ആരും കാണത്തില്ല. അപ്പോൾ ആരോരും ഇല്ലാത്ത മനുഷ്യർക്ക് ആരോ ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. അവിടുത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരാൻ അവിടുന്ന് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നു, കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് ഇത്ര വലിയൊരു അവകാശം തന്നിരിക്കുകയാണ്. കർത്താവ് പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ നാമം ശുദ്ധീകരിക്കപ്പെടണം, അവിടുത്തെ രാജ്യം വരണം. അപ്പം ദൈവം നമുക്ക് പിതാവായിട്ട് മാറുകയാണ്. ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുന്ന സംസ്കാരം പല മതങ്ങളിലും അന്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ യൂറോപ്യൻ മിഷണറിമാർ അമേരിക്കയിൽ ചെന്നപ്പോൾ റെഡ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ പ്രാർത്ഥിച്ചപ്പോൾ യൂറോപ്യൻ ചാപ്ലയിൻ പ്രാർത്ഥിച്ചു, ഗോഡ് അവർ ഹെവൻലി ഫാദർ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ റെഡ് ഇന്ത്യൻ്റെ ഗോത്രപിതാവ് ഞെട്ടിപ്പോയി എന്ന് വായിച്ചിട്ടുണ്ട്. വാട്ട് യു കോൾ? ദൈവത്തെ എന്തെന്ന് വിളിച്ചു? പിതാവ് എന്ന് വിളിച്ചു. പക്ഷേ വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ആരായി മാറുകയാണ്? പിതാവായി മാറുകയാണ്. അങ്ങനെ പിതാവായി മാറുമ്പോൾ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നു, അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യ പിതാവാണ്. ഇന്ന് രാത്രി എളിവനായ ഈ ദാസനെ പറയാനുണ്ട്, ദൈവം നമ്മുടെ പിതാവാകും. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. എങ്ങനെയാകും? അവനെ കൈക്കൊള്ളണം. അവനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത് യേശുവിനെ. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 വീണ്ടും വചനം ചേർത്ത് പറഞ്ഞ്, തൻ്റെ ഏകജാതനായ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ്, തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം യേശു നമുക്ക് ദൈവം നൽകിയത് ആ പുത്രനെ നാം വിശ്വസിക്കുമ്പോൾ, വിശ്വസിക്കുക എന്ന് പറയുന്നത് ബുദ്ധിപരമായ ഒരു അറിവിനപ്പുറമാണ്. ആത്യന്തികമായി ചോദിച്ചാൽ പലരും വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരറിവാണ്. എന്നാൽ
ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു അറിവിലുള്ള വിശ്വാസമല്ല, അതിനപ്പുറത്ത് ഒരു വ്യക്തിയിലുള്ള വിശ്വാസമാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവിടുന്ന് എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തനാണ്. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യായ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസിക്കുകയും കർത്താവിനെ കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ ക്രിസ്തു നമുക്ക് പിതാവായി മാറുകയാണ്. പിതാവ് അത് അറിവിനപ്പുറത്തുള്ള ഒരു അനുഭവമാണ്, അറിവല്ലത്. ഇന്ന് എന്നോട് ചോദിച്ചാൽ ദൈവമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് തെളിവുകളുടെ ആവശ്യമില്ല. 1000 തെളിവുകൾ ദൈവം ഇല്ല എന്ന് നിരത്തി സ്ഥാപിച്ചാലും ഞാൻ അവിശ്വസിക്കില്ല. കാരണം എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും എൻ്റെ കൈകൊണ്ട് തൊട്ടതും എൻ്റെ നാവ് രുചിച്ചതുമായ ഒരു യാഥാർത്ഥ്യമാണ് ദൈവം എൻ്റെ പിതാവാണെന്നുള്ളത്. ദൈവം എൻ്റെ പിതാവാണ്. ഞാനതിന് ഒത്തിരി അനുഭവങ്ങൾ പറയാറുണ്ട്. എങ്കിലും പറയാനുള്ള 1-2 അനുഭവങ്ങൾ, രസകരമായ അനുഭവങ്ങളുണ്ട്. എനിക്ക് യേശു ഒരു അറിവായിരുന്നു. വളരെ ചെറുപ്പത്തിൽ അപ്പച്ചനാണ് എനിക്ക് യേശുവിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞു തന്നത്. എൻ്റെ വല്യപ്പച്ചൻ എനിക്ക് യേശുവിനെക്കുറിച്ചുള്ള അറിവ് തന്നു. എന്നാൽ പിന്നത്തെ ഇതിൽ വളർന്നപ്പോൾ ഉപദേശിമാർ അറിവ് തന്നു, നരകത്തിൽ കൊണ്ടിടും, നീശമുറ അവിടുത്തെ കയ്യിലുണ്ട്, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എന്തുണ്ട്, കോടാലി വച്ചിരിക്കുന്നു, ശിക്ഷിക്കുന്ന, നരകത്തിലിടുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള അതിഭീകരമായ പേടി എന്നെ ഭരിച്ചു. എന്നാൽ കാലം മുമ്പോട്ട് പോയപ്പോഴാണ് എളിവന് മനസ്സിലാകുന്നത്, ദൈവം അങ്ങനെ നമ്മളെ നരകത്തിൽ കൊണ്ടിടാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരാളല്ല. ഈ ദൈവം നമുക്ക് ആരാണ്? പിതാവാണ്. ഈ ദൈവം നമുക്ക് ആരാണ്? പിതാവാണ്. നമ്മുടെ കണ്ണ് നനഞ്ഞാൽ അറിയുന്ന, നമ്മുടെ മുഖം പാടിയാൽ അറിയുന്ന ഒരു പിതാവ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ദൈവം നമ്മുടെ പിതാവാണ്. 2018 വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്കം അതിഭീകരമായൊരു വെള്ളപ്പൊക്കമായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാം. അതിനുശേഷം നമുക്ക് വയനാട്ടിലുണ്ടായി, നിലമ്പൂരുണ്ടായി, വലിയ ഭീകരമായ വെള്ളപ്പൊക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും 2018 കൂടിയാണ് വെള്ളപ്പൊക്കങ്ങളുടെ ഒരു ശൃംഖല ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 18ൻ്റെ ഹൗളിംഗ് ഉണ്ട്. 18ൻ്റെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് അത് നമുക്ക് ചിന്തിക്കാൻ ഒക്കാത്തൊരു വെള്ളപ്പൊക്കമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചോളം. മറ്റേ വെള്ളപ്പൊക്കം ഭയങ്കര രസമായിരുന്നു, ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പക്ഷെ അന്നാണ് ആദ്യമായിട്ട് വെള്ളപ്പൊക്കത്തിൻ്റെ അതിഭീകരത അറിയുന്നത്. അപ്പോൾ ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ ഞാൻ അവിടെ നിൽപ്പുണ്ട്, ഞാൻ ടൗണിൽ നിൽപ്പുണ്ട്. പക്ഷെ വെള്ളം കൈവിട്ട് വരവെന്ന് കണ്ടപ്പോൾ അത് പിന്നെ കൈവിട്ടങ്ങ് പോവുകയായിരുന്നു. ഇപ്പോൾ ആ ഒരു ഭീകരമായ വെള്ളപ്പൊക്കത്തിൻ്റെ കഴിഞ്ഞ് വെള്ളം ഇറങ്ങിപ്പോയപ്പോഴത്തേന് ഒരു വീട്ടിൽ നിന്നൊക്കെ 8-10 ലോഡ് മണ്ണൊക്കെ മാറ്റിയ സമയങ്ങളുണ്ട്. അതുപോലെ മണ്ണ് വന്നടിക്കും, ഈ എക്കലും ചള്ളയെല്ലാം കൂടെ അടിഞ്ഞ ഒരു കപ്പയും. പിന്നെ ഇഷ്ടം പോലെ പാമ്പുകൾ, ഇതിങ്ങനെ ഉരുള് പൊട്ടി വരികയല്ലേ, ഇഷ്ടം പോലെ പാമ്പുകൾ, ഈ വലിയ പെരുമ്പാമ്പും മൂർഖം പാമ്പും. അങ്ങനെ ഞങ്ങളുടെ ഹോളിൻ്റെ അടിയിലും വെള്ളം കയറി. അതൊന്ന് റിനോവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് സാമ്പത്തികമായ പല കാരണങ്ങൾ കൊണ്ട് ഒന്നും നടക്കാതെ പോയൊരു കാലം. ഒരു രാത്രി എന്നെ അതിഭയങ്കരമായ ഒരു ഭയം ബാധിച്ചു. ഞാനങ്ങനെ പൊതുവേ ഭയക്കുന്ന ഒരാളല്ല, പേടിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം മനുഷ്യൻ്റെ കൂടപ്പുറപ്പ് പല വികാരങ്ങളിലൊന്നാണെന്ത്? ഭയം. ഇത് നമുക്ക് വീട്ടുകാർ തരുന്നൊരു കാര്യമാണ്. കാരണം കൊച്ചിലെ ചോദിക്കും, ആറ്റിപ്പാം തോട്ടിപ്പാം ഇവിടെ അറിയുമെന്ന് അറിയത്തില്ല, ആനയും കുതിരയും കണ്ട പേടിക്കുമെന്ന് ചോദിക്കും. പേടിക്കുമെന്ന് ചോദിച്ച് ഇല്ലെന്ന് പറഞ്ഞ് ഒറ്റ ഊത്താണ്. അതാണ് എന്ത് ചെയ്തേ? പേടിച്ച്. പിന്നെ നമ്മൾ പുറത്തോട്ട് പോയപ്പോൾ അമ്മച്ചി നമ്മളോട് പറഞ്ഞു, മോൻ അങ്ങോട്ട് പോകല്ലേ, അവിടെ ഉമ്മാക്കി ഉണ്ടെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് പറയൂ, ഉമ്മാക്കി. അവിടെ ആരുണ്ട്? ഉമ്മാക്കിയുണ്ട്. ഇന്ന് വരെ ആരെങ്കിലും ഉമ്മാക്കിയെ കണ്ടോ? ഇല്ല. പക്ഷെ മലയാളിക്ക് തലമുറയായി കൈമാറി അണയാതെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ഉമ്മാക്കി. നിങ്ങൾക്ക് ഉമ്മാക്കിയെ തന്ന ആരാ? ഇരട്ടത്ത് അവിടെ ആരുണ്ട്? ഉമ്മാക്കി. അത് പറഞ്ഞു തന്ന ആരാ? അമ്മയാണ്. അമ്മയ്ക്ക് കൊടുത്ത ആരാ? അമ്മൂമ്മയാണ്. അമ്മൂമ്മയ്ക്ക് കൊടുത്ത ആരാ? വല്യമ്മൂമ്മയാണ്. അങ്ങനെ തലമുറ കൈമാറി സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ഉമ്മാക്കി. പക്ഷേ ഇന്ന് വരെ ആരും ആരെ കണ്ടില്ല. അത് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ സാർ ഇടയ്ക്കിടയ്ക്ക് പറയും, ഉമ്മാക്കി കാണിച്ച് എന്നെ എന്ത് ചെയ്യരുത്? പേടിപ്പിക്കരുത്. നിങ്ങളുടെ ഉമ്മാക്കി കാണിച്ച് എന്നെ എന്ത് ചെയ്യരുത്? പേടിപ്പിക്കരുത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഭയം നമുക്ക് പലതും സാംശീകരിക്കപ്പെടുന്ന, ഏതായാലും അന്ന് രാത്രിയിൽ ഒരു ഭയം എന്നെ ബാധിച്ചു. ആ ഭയം ഒരു അതിഭീകരമായൊരു ഭയമായിരുന്നു. അപ്പം ഞാൻ ഹോളിൽ പോയിരുന്നു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ചർച്ചിൽ പോയിരുന്നു, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് അദ്ദേഹം വന്നു. ഞങ്ങൾ ഹോളിൽ തന്നെ ഇരുന്നു. അപ്പം വെളുപ്പിനെ വരെ പ്രാർത്ഥിച്ചു. അദ്ദേഹം ഒരു 3-3:30 ആയപ്പം പോയി.
ഞാൻ വീണ്ടും അവിടെ തന്നെ ഇരുന്നു. നേരം വെളുത്തില്ല. വെളുക്കുന്നതിന് മുമ്പ് പരപരാന്ന് വെളുത്ത് കഷ്ടിച്ച ആളെ അറിയാവുന്ന ഒരു സമയത്ത് എന്നെ എൻ്റെ ഭാര്യ വന്ന് വിളിച്ച് പറഞ്ഞു, വീടിൻ്റെ മുറ്റത്ത് ഒരാൾ ബെല്ലടിക്കുന്നു, അദ്ദേഹത്തിന് എന്നെ കാണണം. ഞാൻ ചെന്നപ്പോൾ ഒരു 10-15 വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് വന്നപ്പം ചോദിച്ചും പറഞ്ഞു, ഒന്നുമില്ല പാസ്റ്റേ എന്താ കാരണത്തുള്ള ചിന്തയിൽ വെളുപ്പിനെ വന്നാണ്, വെളുപ്പിനെ ആകുമ്പോൾ പാസ്റ്റർ ഇവിടെ കാണുമല്ലോ. പക്ഷേ അദ്ദേഹം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി പേടിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ കാര്യം, സത്യം പറ, പേടിച്ചോ? ഞാൻ പറഞ്ഞു, പേടിച്ചു. എന്താ സഹോദര? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാത്രി 2 മണിയായപ്പം കർത്താവ് എന്നെ തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, റാന്നിയിലെ പ്രിൻസ് മാസ്റ്റർ പേടിച്ചിരിക്കുന്നു, നീ ഇപ്പം തന്നെ ചെന്ന് പറയണം, പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. പക്ഷേ അദ്ദേഹം പിന്നെ വെളുക്കാൻ വേണ്ടി കാത്തിരുന്നു. ഞാൻ അവിടെ പേടിച്ചിരുന്നത് ലോകത്തൊരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ എളിവൻ പേടിച്ചിരുന്നത് അറിഞ്ഞ ഒരു പിതാവിനെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയും, ദൈവം എൻ്റെ ആരാ? പിതാവാണ്, അല്ലേ? ദൈവം എൻ്റെ ആരാ? പിതാവ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആവേശത്തോടെ കർത്താവിനെക്കുറിച്ച് പറയുക. ഈ ദൈവം പിതാവായി മാറിയ പിന്നെ ഈ ലോകത്തൊരിക്കലും അനാഥത്വം തോന്നത്തില്ല. എനിക്ക് ആരുമില്ലെന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കില്ല. ഈ ദൈവം എൻ്റെ പിതാവാണ്. രണ്ടാമത്തെ ഒരനുഭവം എനിക്ക് പറയാനായിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ പോകാൻ ഞങ്ങൾ ഈ പാസ്റ്റർമാരുടെ ഒരു സങ്കടമുണ്ട്. അതൊരു യാഥാർത്ഥ്യമായൊരു സങ്കടമാണ്. ഞാനതെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. വിശ്വാസികൾക്കൊരു സങ്കടം ഉണ്ടായാൽ ആരോട് പറയും? പാസ്റ്ററോട് പറയും. വിശ്വാസികൾ ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ ചിലപ്പം പിണങ്ങത്തില്ലേ? പിണങ്ങും. അങ്ങനെ പിണങ്ങിയാൽ ചില സഹോദരന്മാരിങ്ങനെ മിണ്ടാതെ നടക്കും. എന്നാൽ കൂടുതലും മിണ്ടാതിങ്ങനെ ഇരിക്കുന്ന ആണുങ്ങളാണോ സഹോദരിമാരാണോ? മിണ്ടാതിരിക്കുന്ന സഹോദരന്മാരാണോ സഹോദരിമാരാ? ഞാനല്ല പറഞ്ഞത്, നിങ്ങളാ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളാ പറഞ്ഞു. ആണല്ലോ, ആണ്. അത് വലിയ പാടാണ്. ഈ സഹോദരിമാർ ചിലപ്പോൾ ദിവസങ്ങളും ഉണ്ടായിരുന്നു കളയും. അങ്ങനെ ആണുങ്ങളും ഉണ്ടായിരുന്നാൽ ചോദിക്കും, നിങ്ങളൊരുമാതിരി പെണ്ണുങ്ങളെ പോലെ പിണങ്ങി കിടക്കുകയാണ്, നാണയില്ലെന്ന് ചോദിക്കത്തില്ലേ? ഇമാതിരി പെണ്ണുങ്ങളെ പോലെ എന്ത് ചെയ്യരുത്, പിണങ്ങരുതെന്ന് ആര് പറയും? സഹോദരിമാർ തന്നെ പറയത്തില്ലേ? ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പിണക്കം നല്ലതല്ല. ഞാൻ ഒരു കഥ വായിച്ചിട്ടുണ്ടേ. ഒരു ഭാര്യ പിണങ്ങി മിണ്ടാതായി ദിവസങ്ങളായി. ഇയാൾ പഠിച്ച പണി 18 നോക്കിയിട്ടും ഇവൾ മിണ്ടുന്നില്ല. ഒടുവിൽ അയാൾ എന്തോ ചെയ്യാനോ ഒരു ദിവസം അങ്ങേര് വന്ന് തപ്പാൻ തുടങ്ങി. മുറി മുഴുവൻ തപ്പുക, കട്ടിക്കടി കയറി തപ്പുന്നു, അലമാരി മുഴുവൻ ഇരച്ച് പറിക്കെ തപ്പുന്നു, മേശയുടെ ഡ്രോ ഇറക്കി തപ്പുന്നു, കട്ടിലിൻ്റെ കീഴെ കുനിഞ്ഞ് കയറി തപ്പുന്നു. ഒടുവിൽ ഇവക്കൊരു കാര്യം പിടികിട്ടുന്നില്ല. ഇയാൾ എന്തോ തപ്പുന്നു. ഗതികെട്ട് ഒടുവിൽ അവൾ ചോദിച്ചു, മനുഷ്യ നിങ്ങൾ എന്തോ തപ്പെന്ന് ചോദിച്ചു. അയാൾ തുള്ളിച്ചാടി, നിനക്ക് നാക്കൊണ്ടോന്ന് തപ്പിയതാണ്. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങിയിരിക്കുമ്പോൾ ഞങ്ങളോടൊന്ന് പറയും, പക്ഷേ ഇടത്തൂടെ കുറേ നാളായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവൾ ഭയങ്കര അഭിമാനിയാണ്. അതുകൊണ്ട് പറയാതൊന്ന് വീട്ടിൽ വന്ന് ഇണക്കണം. നമ്മൾ സൂത്രത്തിൽ വീട്ടിൽ ചെല്ലും, ഇറങ്ങാൻ നേരത്ത് പറയും, ഒരു ആത്മനിയോഗം കരം കോർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച്. അങ്ങനെയൊക്കെ സുൽപാഷ് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് ഓർത്താൽ മതി. ആത്മനിയോഗം വരുന്നു, കരം കോർത്ത് പിടിച്ച് എന്ത് ചെയ്യണം, ഒന്ന് പ്രാർത്ഥിച്ചെന്നൊക്കെ പറഞ്ഞ് ഇണക്കിയിട്ടൊക്കെ ഇങ്ങനെ സൂത്രത്തിൽ പോരും. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ, പാസ്റ്ററും ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? പാസ്റ്ററും ഭാര്യയും കൂടെ പിണങ്ങിയ ആരോട് പറയണം? ഞാൻ ജീവിതത്തിൽ പഠിച്ചൊരു പാഠമാണ്, വിശ്വാസികളോട് എന്ത് ചെയ്യരുത്, പറയരുത്. അത് ഞാൻ പഠിച്ചൊരു പാഠമാണ്. ഞാൻ രഹസ്യങ്ങൾ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പഠിച്ചൊരു സത്യം, രഹസ്യങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത്. എത്രയോ കൊച്ചങ്ങളുടെ കഥന കഥകൾ എനിക്കറിയാം. ഇറങ്ങിപ്പോയ പെൺപിള്ളേരെ ഞാൻ ഒറ്റയ്ക്ക് പോയി ജീവൻ പണയം വെച്ച് രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ കടന്നക്കൂട്ടിയിൽ നിന്ന് ഒറ്റയ്ക്ക് പോയി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ജീവൻ പണയം വെച്ച് പോയപ്പം എടുത്ത് ചാടി ഒരു കുട്ടി എനിക്ക് വഴിയിൽ നിന്ന് കിട്ടി. അതൊക്കെ ഞാൻ രണ്ടും കൽപ്പിച്ച് മരിക്കാൻ തയ്യാറായി പോയതാണ്. പക്ഷേ അങ്ങനെ എത്രയോ പിള്ളേരുടെ കഥകൾ എനിക്കറിയാം. എത്രയോ പേരെ ഞാൻ തപ്പിപ്പോയി, എത്രയോ പേരെ ഞാൻ കൊണ്ടുവന്നു, എത്രയോ പേർക്ക് വേണ്ടി ഞാൻ മസിൽ പിടിച്ച് നിന്നു. പക്ഷേ എൻ്റെ ഒരു അനേക ദൈവദാസന്മാർ അറിയുന്ന ദൈവദാസൻ്റെ ഒരു കുഞ്ഞിൻ്റെ പ്രശ്നം വന്ന ആരോട് പറയും? പഠിച്ച ഒരു സത്യം ആരോടും എന്ത് ചെയ്യരുത്, പറയരുത്. പറഞ്ഞാൽ അവർ പറയും, സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ആരെ ഭരിക്കണ്ട? സഭയെ ഭരിക്കണ്ട. ഇതൊരു സത്യമാണ്. പാസ് തളർന്നു പോയി, പാസിനേജി കിടത്തി. അവരാരെയൊക്കെ വിളിച്ചൊരു പാസ്റ്റർക്ക് വീടുമില്ല.
പാസ്റ്റേജ് 2-3 മാസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയി. പക്ഷേ അടുത്ത ട്രാൻസ്ഫറിന് സഭാ കമ്മിറ്റി പറയും, ഞങ്ങൾക്ക് ആരെ വേണം, ആരെ വേണം, ആരോഗ്യമുള്ളൊരു പാസ്റ്ററെ വേണം. അപ്പോൾ ആരോഗ്യമില്ലാത്ത പാസ്റ്ററെ ആർക്ക് വേണ്ട? അത് സത്യമാണ്, വിഷമിക്കേണ്ട. ആരോഗ്യമില്ലാത്ത പാസ്റ്ററെ ആർക്ക് വേണ്ട? വിശ്വാസിക്ക് വേണ്ട. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബിസി പാസ്റ്ററെ ഞങ്ങൾക്ക് വേണ്ട. പ്രിൻസ് പാസ്റ്റർ തിരക്കാന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ തിരക്ക് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ, ബിസി പാസ്റ്റർ, അത് സത്യമാണ്. ബിസി പാസ്റ്ററെ ആർക്ക് വേണ്ട? വിശ്വാസികൾക്ക് വേണ്ട. ഇതെല്ലാം നമ്മുടെ തിരക്ക്, നമ്മുടെ കാര്യം. അപ്പോൾ ഇതൊരു ദൈവദാസൻ്റെ ഒരു സ്വകാര്യ സങ്കടമാണ്. അവരുടെ സങ്കടങ്ങൾ ആരോടും പറയരുതെന്നുള്ളതാണ് ഞാൻ നേതൃത്വത്തോട് ഒരിക്കലും പറയരുത്. അതുപോലെ വിശാലതയില്ലാത്തവരാണെങ്കിൽ 2 വിശ്വാസികളോട് എന്ത് ചെയ്യരുത്? പറയരുത്. പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങൾ പറയരുത്. ഭാര്യയുടെ കുറ്റം കുറവോ പറയരുത്. ഭർത്താവായ പാസ്റ്റർക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് ഒരിക്കലും ഭാര്യ സഹോദരി ഒരു വിശ്വാസിയോട് എന്ത് ചെയ്യരുത്? പറയരുത്. ഇതെല്ലാം 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നം തീരും. പക്ഷേ പ്രശ്നം വരുമ്പോൾ ഇത് നമുക്ക് തിരിച്ചടിയായിട്ട് മാറും. ആര് പഠിപ്പിച്ചു? ജീവിതം പഠിപ്പിച്ചു. അനേകരുടെ ജീവിതങ്ങൾ പഠിപ്പിച്ചു. അതൊരു സത്യമായ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ, ഇതാ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽപ്പുണ്ട്. അതൊരു സത്യമാണ്. അങ്ങനെ ഒരു വ്യക്തിപരമായൊരു സങ്കടം ഒരു രാത്രി എന്നെ ബാധിച്ചു. അത് എന്നെ അലട്ടി. ആരോടും പറയാൻ എനിക്ക് തോന്നുന്നില്ല, പറയണമെന്നുമില്ല. വല്ലാത്തൊരു സങ്കടം. എല്ലാവരും ഉറങ്ങി, എൻ്റെ ഭാര്യ ഉൾപ്പെടെ എല്ലാവരും ഉറങ്ങി. ഞാൻ തന്നെ എഴുന്നേറ്റ് എൻ്റെ തിണ്ണേ വന്നിരുന്നു. സമയം കൃത്യം 2:45 വെളുപ്പിന്. ഞാൻ ലൈറ്റ് അണച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ചർച്ചിൽ മുറ്റത്തൂടെ രാത്രി പ്രാർത്ഥിക്കാൻ വരുന്നവർ കടന്നു പോകും. അവരും എന്നെ കണ്ട അവർ ചോദിക്കും, പാസ്റ്റർ ഉറങ്ങിയില്ലെന്ന്. ഒരു കഥ ജനലിൽ കൊട്ടി ചോദിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ ആരും അറിയാതെ ഞാൻ ഒറ്റയ്ക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് 2:45 ഉണർന്നിങ്ങനെ ഇരിക്കുക. കൃത്യം 2:45 എൻ്റെ ഫോൺ ബെല്ലടിച്ചു. ബെല്ലടിച്ചപ്പം പുല്ലൂരുള്ളൊരു സാമ്പച്ചൻ ഭാഷ, ഇത് ഞാൻ കൂടെ പറയാറുണ്ട്. 2:45 ഞാൻ ചോദിച്ചു, എന്നാ ഭാഷേ? മോൻ്റെ കല്യാണമാണ്, വിളിക്കാൻ വിളിച്ചതാ. എപ്പോഴാ? വെളുപ്പിനെ 2:45. അപ്പം ഞാൻ ചോദിച്ചു, പാസ്റ്റർ അമേരിക്കയിലാ? അല്ല, പുല്ലൂരാ. പിന്നെ 2:45 ദേയാസനെ കല്യാണത്തിൻ്റെ വിളിയൊക്കെ തുടങ്ങി. കല്യാണത്തിന് താങ്കളെ വിളിക്കാൻ വേണ്ടി ഞാൻ പേരെഴുതി വെച്ചു. പക്ഷേ ഇപ്പം വിളിച്ചത് അതിനല്ല. വിളിച്ചപ്പം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വെളുപ്പിനെ ഒരു ദർശനം കണ്ടു ഉണർന്നു. താൻ ഉണർന്നിരിക്കുകയാണെന്ന് ദൈവാത്മാവ് പറഞ്ഞതുകൊണ്ട് ഇപ്പം തന്നെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വിളിച്ചത്. ഞാൻ ഏത് വിഷയത്തിന് ഭാരപ്പെട്ടിരുന്നോ അതിനുള്ളൊരു ഉത്തരമായിരുന്നു. ഞാൻ അവിടെ ഉണർന്നിരുന്നത് ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല. പക്ഷേ ഈ എളിയവൻ ഉണർന്നിരുന്നത് അറിഞ്ഞ ഒരു പിതാവിനെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ 1000 നാവോടെ ഞാൻ പറയും, ഈ ദൈവം എൻ്റെ ആരാണ്? പിതാവാണ്. ഈ ദൈവം എൻ്റെ ആരാണ്? പിതാവാണ്. ഞാനിത് പറയുമ്പോൾ സമാനമായ അനുഭവങ്ങളുള്ള ഒത്തിരി പേരിവിടെ കാണും. ഈ ദൈവം എൻ്റെ പിതാവാണ്. ഈ ദൈവം എൻ്റെ പിതാവാണ്. ഒരു ചർച്ചിൻ്റെ ഒരു പണി നടക്കുക. അപ്പം ശനിയാഴ്ച ആകുന്നു. ഞാൻ ആ ദിവസങ്ങളിൽ അഡ്മിറ്റായി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റായി വരുമ്പോൾ അവിടെയും വലിയൊരു അത്ഭുതമൊക്കെ കണ്ടിട്ട് ഞാൻ വരികയാണ്. ഞാൻ ഹോസ്പിറ്റലായി. അപ്പോൾ എനിക്ക് ബില്ലടയ്ക്കണം. ഈ ഞങ്ങളുടെ കയ്യിൽ പൈസ എപ്പോഴും കാണണമെന്നില്ലല്ലോ, പൈസ വരികയും പോവുകയൊക്കെ ചെയ്യും. സത്യത്തിൽ അന്നേരം ഞാൻ പെട്ടെന്ന് അഡ്മിറ്റായി. എൻ്റെ കയ്യിൽ പൈസയില്ല. ഏതായാലും ഞാൻ അവിടെ ചെന്ന് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ തിരക്കിയപ്പോൾ സൗദിയിൽ നിന്ന് ഒരാൾ അവിടെ വിളിച്ച് ഡോക്ടറെ വിളിച്ച് ബില്ലടച്ച് കഴിഞ്ഞു. ബില്ലടച്ചു. ശരി, സന്തോഷം, ബില്ലടച്ചല്ലോ. തിരിച്ചു വന്നു എനിക്ക് കോട്ടയത്തൊരു മീറ്റിങ്ങിന് പോകണം. ഞങ്ങളുടെ കോട്ടയത്തൊരു ചർച്ച ഉണ്ട്. അവിടെ പോകുമ്പോൾ ഞങ്ങളുടെ ഓഫീസിലെ സഹോദരൻ വന്ന് പറഞ്ഞു, നാളെ ചെക്ക് കൊടുത്തിട്ടുണ്ട്, 1,00,000 രൂപയുടെ ചെക്കാണ്, ബൗൺസായാൽ അത് പിന്നെ പണിയാണ്. അതുകൊണ്ട് അക്കൗണ്ടിൽ പൈസയില്ല, പൈസ ഇട്ടേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, മോനെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി എന്നോട് തന്നെ ഇത് പറയണേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ ചെക്ക് കൊടുത്തേക്കാണ്, ബൗൺസാകും. യഹോവ ഈരേ. ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ നമ്മുടെ ഒരു സഹോദരൻ ഖത്തറിൽ നിന്ന് വിളിച്ചു. പ്രിൻസ് പാസ്റ്റർ പെട്ടെന്ന് അക്കൗണ്ട് നമ്പർ ഇടണം. ഞാൻ ചോദിച്ചു, അതെന്നാ? എന്നോട് 2 ദിവസം മുമ്പ് ദൈവാത്മാവ് പറഞ്ഞു നിനക്ക് 1,00,000 രൂപ അയക്കണം. ഞാനങ്ങ് മറന്നുപോയി. പിന്നെ ഞാനങ്ങ് ഉഴപ്പി. ഇപ്പം ഞാൻ ഉറങ്ങുമായിരുന്നു. എൻ്റെ ദൂതൻ ഒരൊറ്റ അടി ചൂരിൽ കൊണ്ട് അയച്ചോടാൻ ചോദിച്ചോട്ട് ഇപ്പോഴും പൊള്ളുക, ഇനി അടി കൊള്ളാൻ വയ്യാന്ന്. പേര് വേണം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ് ഇപ്പോഴും കാലെ പൊള്ളുവാണ്, അത്ര അടിച്ചത്. ദൂതൻ അടിച്ചിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ ഇടാൻ പറഞ്ഞിട്ട് ഇട്ടില്ലയോ എന്ന്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ അന്ധവിശ്വാസിയാണെന്ന് പറയും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് അന്ധവിശ്വാസമല്ല, എൻ്റെ അനുഭവമാണ്.
അതുകൊണ്ട് 1000 നാവോടെ ഞാൻ പറയും, എനിക്കൊരു പിതാവുണ്ടെന്ന്. ഞാൻ അനാഥനല്ലെന്ന്, എനിക്ക് ആരും ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ലെന്ന്. ഈ ദൈവം എൻ്റെ പിതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധു പാടുന്നുണ്ട്, മലയാളി ക്രിസ്ത്യാനി ഉള്ളിടത്തോളം കാലം ആ പാട്ട് പോത്തില്ല. എത്ര പുതിയ പാട്ട് വന്നാലും പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും, പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, വിധവിയുടെ കാന്തനും, സാധുവിൻ്റെ അപ്പവും, എല്ലാവർക്കും എല്ലാമായ ദൈവം. കരങ്ങളെല്ലാം ഉയർത്തി. ഇന്ന് രാത്രി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ബന്ധമാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് എ റിലേഷൻഷിപ്പ്. കുഞ്ഞുങ്ങളെ ഇതൊരു ബന്ധമാണ്. ഇതൊരു ആശയമല്ല, ഇതൊരു ബന്ധമാണ്. ക്രിസ്തീയ ജീവിതം ഒരു ബന്ധമാണ്. ഇതൊരു റിലേഷൻഷിപ്പാണ്. ആരുമായിട്ടുള്ള ബന്ധം? മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം ഇന്ന് രാത്രി നിങ്ങൾക്കുണ്ടോ? അതൊരു അറിവാണോ? അത് അറിവാണെങ്കിൽ അറിവിനപ്പുറത്തേക്കുള്ളൊരു ബന്ധത്തിലേക്ക് പോകണം. ആ ബന്ധത്തിൽ വരാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവെ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക, അങ്ങ് എനിക്ക് പിതാവായിട്ട് മാറും. ഏത് പ്രായത്തിലും അതിന് ചെയ്യാനുള്ള ഏക പ്രായം വിശ്വസിക്കാനുള്ള പ്രായമാണ്. മർക്കോസ് പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കും. വിശ്വസിക്കാനുള്ള പ്രായം അത് എത്ര വയസ്സാണ്? വിശ്വസിക്കാനുള്ള പ്രായം. വിശ്വസിച്ചാൽ ഈ ദൈവം നമ്മുടെ പിതാവായിട്ട് മാറുകയാണ്. ഈ രാത്രി എനിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ആ ബന്ധം പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നത് പാപമാണ്. പാപം ആ ബന്ധം ഒലയ്ക്കും. പാപം ആ ബന്ധം ഒലയ്ക്കും. ഇന്ന് ബന്ധങ്ങൾ ഒലയപ്പെടുകയാണ്. ബന്ധങ്ങൾ ഒലയ്ക്കപ്പെടുന്നത് പാപമാണ്. ബന്ധങ്ങൾ ഉലയ്ക്കപ്പെടാം. വളരെ സങ്കടത്തോടെ ഒരു കുഞ്ഞ് എന്നോട് പറയുക, അപ്പച്ചന് 81 വയസ്സായി, 81 82 വയസ്സായി. കഴിഞ്ഞ ദിവസം വീട്ടിൽ കയറി ചെന്നപ്പം അപ്പച്ചൻ മൊബൈലിനകത്ത് പോൺ വീഡിയോ കാണുക. വയസ്സ് 82. കണ്ടത് മോനെ. എന്താ കണ്ടത്? വയസ്സല്ലേ, ഞാൻ ചുമ്മാ ഇരിക്കുകയല്ലേ. എന്തോ ചെയ്യാനാ? വയസ്സാം കാലത്തും ബന്ധം ഒലയാം. പക്ഷേ ഏത് പ്രായത്തിലും പാപമൊക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് കർത്താവെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞ് ഈ ദൈവത്തെ ഒന്ന് ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ഈ ദൈവം നമ്മുടെ പിതാവായിട്ട് മാറുകയാണ്. അതൊരു വ്യക്തിപരമായ ബന്ധമാണ്. I just want to ask you a question. Do you have such a personal relationship with risen Christ? ഉയർക്കപ്പെട്ട കർത്താവുമായിട്ട് ആ ബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു വാക്ക് പറ, എനിക്ക് ആ ബന്ധം വേണം. ആരുമായിട്ട്? യേശുമായിട്ട്. അങ്ങനെ ഒരു ബന്ധം ആഗ്രഹിക്കുന്നവരെല്ലാം നെഞ്ചത്തോട്ടൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ച്, ഈ ദൈവം എൻ്റെ പിതാവാണ്. കുഞ്ഞു കുട്ടി മുതൽ വലിയവർ വരെ സാംശീകരിക്കാൻ കഴിയുന്ന, ഹൃദ്യസ്ഥമാക്കാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ഒരു റിയാലിറ്റി, ഈ ദൈവം എൻ്റെ പിതാവാണ്. പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും, പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, വിധവയുടെ കാന്തനും, സാധുവിൻ്റെ അപ്പവുമായ ദൈവം. ഈ ദൈവം എൻ്റെ പിതാവാണ്, നിത്യപിതാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം. ചേർന്നൊരു നിമിഷം പാടാം. പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും, പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, വിധവിയുടെ കാന്തനും, സാധുവിൻ്റെ അപ്പവും. പിതാവ് സമാധാന പ്രഭു. അപ്പം കർത്താവ് സമാധാന പ്രഭുവാണെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ ദൂതന്മാർ പാടി, അതിന് നിങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇതാ സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവ് ഉദ്ധിതനായ ക്രിസ്തു യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കെ അവിടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, സമാധാനം, സമാധാനം. അപ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുന്നു, അവിടുന്ന് സമാധാന പ്രഭുവാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു സമാധാന പ്രഭുവാകുന്നത്? ഈ അന്നുണ്ടായിരുന്ന ദൈവസങ്കല്പങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ദൈവചിന്തകളെല്ലാം തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാത്ത അകന്നു നിൽക്കുന്ന ദൈവങ്ങളായിരുന്നു. യൂറോപ്പ് എന്നുള്ളൊരു പേര് പോലും നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും. യൂറോപ്പ്, ആ പേരെങ്ങനെ കിട്ടിയെന്ന് നോക്കിയാൽ മതി. യൂറോപ്പ എന്ന് പറയുന്ന അതിസുന്ദരിയായൊരു പെൺകുട്ടി നടന്നു പോയപ്പോൾ സിയൂസ് ദേവൻ ഇത് കണ്ടപ്പോൾ അവളിൽ അങ്ങ് അനുരാഗമാകി ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയി മാനഭംഗപ്പെടുത്തുകയും തൻ്റെ ഭാര്യയാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ മനം നൊന്നിട്ട പേരാണ് എന്ത്? യൂറോപ്പ്. അപ്പം മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ സഹതപിക്കാത്ത, അല്ലെങ്കിൽ മനുഷ്യനോട് അകന്നു നിൽക്കുന്ന ഒരു ദൈവിക ചിന്തകളായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയാണ് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു, അവിടുന്ന് ആരാണ്? സമാധാന പ്രഭുവാണ്. ഈ മനുഷ്യൻ്റെ സമാധാനം പലപ്പോഴും പോകുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ്. പല കാരണങ്ങളും മനുഷ്യൻ്റെ സമാധാനങ്ങൾ.
ഞങ്ങളുടെ ഒരു സൺഡേ സ്കൂളിൻ്റെ എക്സാം നടക്കുകയാണ്. വലിയ പിള്ളേർക്ക് എഴുത്താണ്, കൊച്ചു പിള്ളേർക്ക് ചോദ്യമാണ്. കൊച്ചു കുട്ടന്മാരോട് ചോദിച്ചപ്പോൾ ഒരു കൊച്ചു കുട്ടനോട് ചോദിച്ചു. അപ്പോൾ ഈ ഓരോ പിള്ളേരെ കൊണ്ടൊന്ന് ചോദ്യം ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കൊച്ചു ചോദിച്ചു, മോനെ ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് യേശു എന്തോ ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ചോദിച്ചു, എന്തുവാ ലാസറിൻ്റെ വീട്ടിലോ? യേശുവോ എന്തോ ചെയ്തെന്നോ? ലാസറിൻ്റെ വീട്ടിൽ യേശു എന്തോ ചെയ്തെന്നോ? അവൻ ചാടി കയറി ഉത്തരം പറഞ്ഞു, എന്തോ ചെയ്തെന്നോ? കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. കയറി അങ്ങ് അവന് മാർക്ക് കൊടുക്കണോ വേണ്ടായോ? ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് യേശു എന്തോ ചെയ്തു? കയറി അങ്ങ് ഇടപെട്ടു. അവന് മാർക്ക് കൊടുക്കണോ വേണ്ടായോ? കൊടുക്കണം. കാരണം യേശു എപ്പോഴും എന്തു ചെയ്യും? ഇടപെടുക മാത്രമല്ല, കയറി അങ്ങ് ഇടപെടും. ഇതുകൊണ്ടാണ് യേശു എന്തായിരിക്കുന്നത്? സമാധാന പ്രഭുവാണ്. ഈ പലപ്പോഴും മനുഷ്യൻ്റെ സമാധാനം കളയുന്ന പല കാരണങ്ങളുണ്ട്. മക്കൾ മനുഷ്യൻ്റെ സമാധാനം കളയും. മക്കളില്ലാതിരുന്നാലും സമാധാനക്കേട, മക്കളുണ്ടായാലും സമാധാനം. ഒരിക്കൽ ഒരു അപ്പൻ കർത്താവിൻ്റെ അടുക്ക വരുന്നുണ്ട്. ആ അപ്പൻ്റെ മോള് മരിച്ചുപോയി. ആരുടെ മോളാ? യായിറോസിൻ്റെ മകൾ മരിച്ചു. വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. യായിറോസിൻ്റെ മോളുടെ പ്രായം എത്രയായിരുന്നു? 12 വയസ്സാണ്. ഈ 12 വയസ്സെന്ന് അവിടെ എഴുതാനൊരു കാരണം കാണും. സാധാരണഗതിയിൽ ഈ പിള്ളേർ അമ്മയുടെ പാവാടയൊക്കെ പിടിച്ചു നടക്കുന്ന പിള്ളേർ ഈ അപ്പയിൽ നിന്നും അമ്മയിൽ നിന്നും അകലുന്നൊരു പ്രായം ഈ 12 കഴിയുമ്പോഴാണ്. 12 കഴിയുമ്പോഴാണ് 13 തുടങ്ങും. 13 തൊട്ട് തുടങ്ങുന്ന ഒരു പ്രായത്തിൻ്റെ പേരെന്താ? 13 തൊട്ട് ടീനേജാണ്. എന്താണ് ടീനേജ് എന്ന് ചോദിച്ചാൽ 13, 14, 15, 16, 17, 18, 19 കഴിഞ്ഞാൽ ഒരുമാതിരി രക്ഷപ്പെടും. അതിനിടയ്ക്ക് ബൈക്ക് ചത്തുപോയില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ചാകത്തില്ല. ഈ ആക്സിഡൻറ്റ് കൂടുതലും ഉണ്ടാകുന്നത് ഈ 17, 18 ഇൻഷുറൻസ് കിട്ടുന്ന പ്രായമൊക്കെ, ലൈസൻസ്. അന്നേരമാണ് ഈ സ്പീഡൊക്കെ കൂടുന്നത്. കണ്ടിട്ടില്ലേ? അത് കഴിഞ്ഞ് കുറച്ച് 10-20 ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പക്കുമാവും. പിന്നെ സ്പീഡൊക്കെ ഒന്ന് കുറയും. ഈ സ്പീഡ് കൂടുന്നൊരു പ്രായമാണ് ആ പ്രായം, അല്ലേ? അന്നേരമാണ് പണ്ടാണ്ട് ചോദിച്ച പോലെ പണ്ട് വിട്ടുപോയൊരു പയ്യനെ തടഞ്ഞ് നിർത്തി ഒരുത്തം ചോദിച്ചാൽ, നീ എവിടെ പോകാൻ? അമ്മയ്ക്ക് വായുഗുളിക മേടിക്കാൻ പോവാന്ന്. അവൻ പറഞ്ഞല്ല, മേടിച്ചുകൊണ്ട് വരിക, കൊണ്ട് കൊടുക്കാൻ പോവാന്ന്. ആ ഒരു പ്രായമാണ്. ഏത് പ്രായം? ആ ടീനേജിൻ്റെ പ്രായം. ഈ സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ് വീടുകളിലൊക്കെ. കൊച്ചുങ്ങളിൽ അമ്മ പറയുന്ന ഡ്രസ്സ് ആരിടത്തില്ല, പിള്ളേരിടത്തില്ല. ഇതിട്ടാൽ എന്നാ കുഴപ്പം? മിക്ക വീട്ടിൽ ഒരു പ്രശ്നമാണ് ഡ്രസ്സിൻ്റെ പേര്. ഇവിടെ ഉണ്ടോ? എനിക്കറിയത്തില്ല. ഉണ്ടോ? അതിട്ടുകൊണ്ട് പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, ഇതിട്ടുകൊണ്ട് ആരും ഇവിടുന്ന് എന്താ പോകുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല. ഇട്ടാ അങ്ങനെ ഒരു പ്രശ്നം തീർക്കാൻ എന്നെ വിട്ടു. ഞാൻ നോക്കിയപ്പോൾ എങ്ങും എത്താത്ത എന്തോ ഒന്ന് ഇട്ടേക്കുന്ന കൊച്ച്. ഇപ്പോൾ എന്നോട് ചോദിച്ചു, കുഴപ്പം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, കൊച്ചെ ഇട്ടോ. പിന്നെ അമ്മ പറയുന്നതിനകത്ത് കാരണം ഉണ്ട്. അതിനെ കാരണം ഞാൻ പറഞ്ഞു, വല്ലവന്മാരും നോക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. അമ്മ നീ പെണ്ണല്ലയോ? അമ്മമാർ കണ്ടിട്ട് പോട്ടെ, അമ്മമാരങ്ങനെ കണ്ടിട്ട് പോട്ടെ. ഞാനിപ്പോൾ എന്താ നോക്കുന്ന? അവൻ്റെ കുറ്റമല്ലേ, എൻ്റെ കുറ്റമല്ലേ? ഞാൻ പറഞ്ഞ്, കണ്ടിട്ട് പോയാൽ കുഴപ്പമുണ്ട്. നിന്നെ തന്നെ അവൻ നോക്കി, നിന്നെ അവൻ ഒപ്പിയെടുത്തുകൊണ്ട് അങ്ങ് പോകും. പിന്നെ രാത്രി അവൻ ധ്യാനിക്കും. ആരെ? നിന്നെ. അവൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തുമ്പോൾ നീ ഉണങ്ങിപ്പോവും. എന്തെങ്കിലുമൊക്കെ ഉത്തരം തമ്പുരാൻ തരുന്ന. അവൻ രാത്രി ഏതായാലും ക്രൂശിനെ ധ്യാനിക്കാൻ പോകുന്നില്ല. ഇത് കണ്ടിട്ട് അവൻ നിന്നെ ധ്യാനിക്കും. അവൻ്റെ ധ്യാനത്തിങ്കിൽ എന്ത് ചെയ്യും? തീ കത്തും. ഈ സമയത്ത് ഭയങ്കര അപകടം. അന്നേരമാണ് ഈ പിള്ളേർ ഫോട്ടോ അയക്കുന്നത്, ഇൻസ്റ്റയിൽ ഹായ് അയക്കുന്നതും റിക്വസ്റ്റ് വരുന്നതും എല്ലാം ഒരു സമയമാണ്. ആ സമയത്ത് മനുഷ്യർക്ക് വല്ലാത്തൊരു പ്രശ്നം. 12 വയസ്സ് കഴിഞ്ഞ കൊച്ച് എന്തോ ചെയ്തു പോയി, മരിച്ചു. പക്ഷെ എന്നാലും എന്നെ അവിടെ അത്ഭുതപ്പെടുത്തിയ കാര്യം, യായിറോസിൻ്റെ മോള. അതും ഒരു സത്യമാണ്. ഈ മിക്ക വീട്ടിലും അപ്പനിഷ്ടം ആരെയാ? മോള ആണോ? സാധാരണ പറയുന്നുണ്ട്, അപ്പൻ്റെ കുഞ്ഞാരും കൂടാ, അപ്പനും മോളും കൂടാ, നമ്മളൊന്നും വേണ്ട. അതിനൊരു കാരണമുണ്ട്. ഈ അപ്പന്മാർ മിടുക്കന്മാരാണ്. ഈ രാവിലെ തൊട്ട് ഈ മിഷൻ കണ്ണാത്തോട്ട് ഇട്ടുകൊണ്ട് വഴക്ക് പുറകെ നടക്കുന്ന ആരാ? അമ്മയാ. അപ്പം മിടുക്കന, ഒന്നും മിണ്ടത്തില്ല. എല്ലാം ആരെയും കൊണ്ട് പറയിപ്പിക്കും? അമ്മയും കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് അങ്ങേര് മാന്യം കളിക്കും. അതുകൊണ്ട് പിള്ളേർക്ക് പലപ്പോഴും പ്രശ്നക്കാരത്തി ആരാ? അമ്മയെ അലച്ചുകൊണ്ട് പുറകെ നടക്കും. അപ്പം ഈ അപ്പൻ്റെ മോള് മരിച്ചുപോയി. എനിക്കൊക്കെ സങ്കടമായിപ്പോയി. ഈ അപ്പൻ്റെ മോള് മരിച്ചു പോയാൽ ഇനി അപ്പൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ മുറിക്കകത്തോട്ട് അടക്കം കഴിഞ്ഞ് അങ്ങനെ കയറും. എവിടെ ചെന്നാലും അപ്പൻ ആ ഓർമ്മ അലട്ടും. അപ്പൻ്റെ മോള് മരിച്ചു പോയില്ലേ, അപ്പൻ്റെ പുന്നാര മോള് മരിച്ചു പോയില്ലേ.
പക്ഷെ ക്രിസ്തു ഒരു കാര്യം ചെയ്തു. അവിടെ വന്നിട്ട് ആ കുഞ്ഞിനെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. തലീഥ ഭൂമി, ബാലയെ എഴുന്നേൽക്കുന്നു. അപ്പൻ്റെ മോട വിഷയത്തിൽ ദൈവം എന്ത് ചെയ്തു? ഇടപെട്ടു. അപ്പൻ്റെ മോട വിഷയത്തിൽ കർത്താവ് എന്ത് ചെയ്തു? ഇടപെട്ടു. ഇന്ന് രാത്രി എനിക്കൊരു കർത്താവിനെ അറിയാം, തലമുറകളുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു ദൈവമാണ്. ഇടപെടും കേട്ടോ, കർത്താവ് ഇടപെടും. നമ്മുടെ ഈ പ്രശ്നത്തിലെല്ലാം കർത്താവ് ഇടപെടും. നമ്മളൊന്ന് അനുവദിച്ചാൽ മതി. ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും. ആ ദൈവം ഇന്ന് രാത്രി ഇടപെടാൻ വന്നിട്ടുണ്ട്. എന്തിനാ? അപ്പൻ്റെ മോട കാര്യത്തിൽ ദൈവം ഇടപെടും. മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്ന എല്ലാ അപ്പന്മാരോടും പറയട്ടെ, അപ്പൻ്റെ മോട വിഷയത്തിൽ ഇടപെടാൻ ഒരു കർത്താവ് വന്നിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ഇടപെടുമോ? ഇടപെടും. 100 വട്ടം ഇടപെടും. ഹല്ലേലൂയ. 2, എൻ്റെ ദൈവം ഇടപെടും. എവിടെ ദൈവം ഇടപെടും? അമ്മയുടെ മോൻ്റെ കാര്യത്തിൽ ഇടപെടും. അപ്പൻ്റെ മോനാണെങ്കിൽ അമ്മയ്ക്ക് പലപ്പോഴും ഇഷ്ടം ആരെയാ? മോനെയാ. അമ്മയുടെ മോനാ? അമ്മയുടെ മോനാ ആണോ? അമ്മയ്ക്ക് ഇഷ്ടം ആരെയാ? അമ്മയ്ക്ക് എല്ലാവരും ഇഷ്ടമൊക്കെയാണ്, എന്നാലും ഇച്ചുകൂടി ഇഷ്ടം കൂടുതൽ ആരോടാ? സത്യമല്ലേ? അതെന്നാ അതിൻ്റെ കാരണം എന്നൊക്കെ ചോദിച്ചാൽ അതങ്ങനെയാണ്. അമ്മയുടെ മോനാ. ആ അമ്മയുടെ ഭർത്താവ് പോയി. ഈ സ്ത്രീകളുടെ ഒരു കാര്യം പറഞ്ഞാൽ സഹോദരിമാരൊരു സത്യം അതൊരു യാഥാർത്ഥ്യമാണ്. സഹോദരിമാരുടെ ലോകം പലപ്പോഴും ചെറുതാണ്. സഹോദരിമാരുടെ ലോകം ചെറുതാണ്. മോളെ ഏത് പഞ്ചായത്തിലാണ്? അതിനകത്ത് ഏത് വാർഡിലാണ്? ആ മുനിസിപ്പാലിറ്റിയിൽ എത്ര വാർഡുണ്ട്? ഇത്രയൊക്കെ അറിവ് നിനക്കുണ്ടല്ലോ. കൺഗ്രാറ്റ്സ്. സാധാരണഗതി അറിയത്തില്ല. അല്ല, ശിക്ഷക്ക് അറിയാമോ? അറിയത്തില്ല. മൃഗസംരക്ഷണ വകുപ്പിലെ വലിയ ഉദ്യോഗസ്ഥയാണ് എന്ന് പറയാമോ? അറിയത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. മിക്ക സൗകര്യമാർക്കും വലിയ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അച്ഛന് വാർഡിൽ എത്ര നമ്പറുണ്ടെന്നറിയാം, പക്ഷേ കൊച്ചേതാ ക്ലാസ്സിൽ പഠിക്കാമെന്ന് അറിയത്തില്ല. അതാണ് ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള വ്യത്യാസം. വലിയ കാര്യമാണ്. കൊച്ചെത്തുള്ള പഠിക്കും ചോദിച്ചാൽ പെട്ടെന്ന് തപ്പും. 8ലാണോ 9? അതെല്ലാം അറിയാവുന്ന ആരാ? അമ്മയ്ക്ക്. അപ്പോൾ ഈ അമ്മയുടെ ലോകം ചെറുതാണ്. അവിടെ ലോകത്ത് അവിടെ ഭർത്താവും പിള്ളേരുമാണോ ഉള്ളത്, അല്ലേ? അങ്ങനെ ആകാവൂ. ബാക്കിയൊക്കെ വേണമെന്ന് ചോദിച്ചാൽ വേണം, വിശാലതയൊക്കെ വേണം. എന്നാലും അമ്മ അങ്ങ് ഭയങ്കര വിശാലപ്പെട്ട കുടുംബം കുളമാണ്. അപ്പോൾ അമ്മയുടെ ലോകത്ത് തൻ്റെ ഭർത്താവും മക്കളും ഒക്കെയാണ്, എത്ര വലുതായാലും. അവിടുന്ന് അപ്പം പോയാൽ പിന്നെ ഇവിടെ സ്റ്റാറ്റസ് എന്താ? വിധവയാണ്. വിധവമാർക്ക് ജീവിക്കാൻ പറ്റിയൊരു നാടല്ല ഇന്ത്യ എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഇവിടെ ഒരു ദുരാചാരം ഉണ്ടായിരുന്നു, സതി. സത്യത്തിൽ ഒരു പുണ്യമായിട്ടാണ് നടക്കുക. കാരണം വിധവയോട് കാണിക്കുന്ന ഒരു പുണ്യമായിരുന്നു. നിനക്ക് ജീവിക്കാൻ പറ്റിയ നാടല്ല ഇത്. കാരണം ഒരു വിധവ പിന്നെ ആരോടെങ്കിലും മിണ്ടിയ പ്രശ്നമല്ലേ? വിധവ ഒരുത്തിനോട് മിണ്ടിയ പ്രശ്നമല്ലേ? ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോകാൻ വേണ്ടി അപ്പുറത്തെ ചെറുക്കനെ 2 വട്ടം കൂട്ടത്തിൽ കൊണ്ടുപോയി അവൻ്റെ സ്കൂട്ടറിൻ്റെ പുറകെ കയറിയാൽ പിന്നെ ഭയങ്കര ഇൻഡാസല്ലേ? വിധവയ്ക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? അതുകൊണ്ട് അവരെല്ലാം കൂടെ കുത്തി വിധവയെ എവിടെ ഇട്ടു? തീക്കകത്തിട്ടു. അതാണ് സതി. വിധവയുടെ ലോകം ചെറുതാണ്. ഇന്നും ഞങ്ങളുടെ നാട്ടിൽ, എനിക്ക് ഇവിടുത്തെ അറിയത്തില്ല, പല ചടങ്ങുകൾക്കും ആരെ കൊണ്ടുപോകത്തില്ല, വിധവമാരെ കൊണ്ടുപോകത്തില്ല. പ്രസവമൊക്കെ വിളിക്കാൻ പോകുമ്പോൾ വിധവയെ കൊണ്ടുപോകത്തില്ല. വിധവ പോയാൽ പ്രസവിക്കത്തില്ലേ? പക്ഷെ വിധവയെ കൊണ്ടുപോകത്തില്ല. ഇനി കൊണ്ടുപോകാമെന്ന് ആരെങ്കിലും വിചാരിച്ചാലും വിധവ സൂത്രത്തിൽ അങ്ങ് മാറും. ഇനി ഞാൻ പോയിട്ടൊരു പ്രശ്നം എന്ത് ചെയ്യണ്ട, ഉണ്ടാകണ്ട. അപ്പോൾ അവിടെ ലോകം ചെറുതാണ്. അപ്പനും മക്കളും. അതിനകത്തുനിന്ന് അപ്പം പോയി. ഇനി അവർക്ക് ആകെ ആശ്രയം ആരാ? മകനാ. ആ മകനും പോയിട്ട് അവൻ്റെ അടക്കം കഴിഞ്ഞിട്ട് അവരെങ്ങനെ തിരിച്ചു വന്നാൽ വീട്ടിൽ കയറും? വീട്ടിലോട്ട് വന്നപ്പം പോർച്ചിരിക്കുന്ന അവൻ്റെ ബുള്ളറ്റ്, അവന് കൊതിച്ച് മേടിച്ച ബുള്ളറ്റ് അവിടെ ഇരിക്കുക. പിന്നെ അകത്ത് കയറിയപ്പോൾ അവൻ്റെ ക്രിക്കറ്റ് ബാറ്റിരിക്കുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, മരിച്ചു പോയ മകൻ്റെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കഴുകാതെ വേർപ്പ് അവൻ്റെ ബനിയൻ തലവണക്കടി വെച്ച് മണപ്പിക്കുന്ന അമ്മേ. എത്രയോ വർഷം കഴിഞ്ഞ് ആ മോൻ മരിച്ചിട്ട് ഇന്നും ആ ബനിയൻ കഴുകിയിട്ടില്ല. വേർപ്പിൻ്റെ മണമുള്ള ബനിയൻ അമ്മയുടെ കയ്യിലുണ്ട്, കഴുകാതെ. ഈ അമ്മ എങ്ങനെ തിരിച്ച് വീട്ടിൽ വരും? അതുകൊണ്ട് തന്നെ തമ്പുരാൻ അവിടെ വിഷയത്തെ ഇടപെട്ടു. അവൻ്റെ മകൻ്റെ മഞ്ചത്തെ തൊട്ടിട്ട് പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി അമ്മയുടെ മകൻ്റെ മഞ്ചത്തിൽ തൊടുന്ന ഒരു കർത്താവുണ്ട്. അല്ലേ ഈ അമ്മ എങ്ങനെ അടക്കം കഴിഞ്ഞ് എല്ലാവരും വരും, പതുക്കെ എല്ലാവരും പോവും.
പക്ഷേ ആ അമ്മ എങ്ങനെ മറക്കും? അടിയന്തരാവസ്ഥ കാലത്തെ വലിയൊരു അതിഭീകരമായ ഒരു ഓർമ്മയാണ് രാജൻ കൊലക്കേസ്, അല്ലേ? ഉരുട്ടിക്കുന്ന രാജൻ എവിടെയാണെന്നറിയില്ല. പക്ഷെ ഞാൻ എവിടെയോ വായിച്ചു, രാജൻ്റെ അമ്മയ്ക്ക് പിന്നെ അങ്ങ് സങ്കടമായി, മനസ്സൊക്കെ ഒന്ന് താളം തെറ്റിയപ്പോൾ അവൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെ കാണുമ്പോൾ അപ്പനെ പിടിച്ചിങ്ങനെ ഒലയ്ക്കും. അവൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും കെട്ടി. ഇവിടെ ഒരുത്തിൻ്റെ മോൻ്റെ കല്യാണത്തെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല. അമ്മയ്ക്ക് അംഗീകരിക്കാൻ ഒക്കുന്നില്ല മകൻ മരിച്ചത്. അപ്പോൾ ആ അമ്മ എങ്ങനെ ഉൾക്കൊള്ളും ആ അമ്മയെ മകൻ്റെ മരണം? പക്ഷേ അമ്മയുടെ മകൻ്റെ മഞ്ചത്തെ തൊട്ടൊരു കർത്താവുണ്ട്. ഇന്ന് രാത്രി 1000 നാവോടെ ഞാൻ പറയും, എൻ്റെ യേശു ഇടപെടുന്ന യേശുവാണ്. എനിക്ക് വലിയ ആഴങ്ങളൊന്നും പറയാൻ അറിയില്ല, പക്ഷേ എനിക്കൊന്ന് പറയാൻ അറിയാം, ഈ ദൈവം എൻ്റെ പിതാവാണെന്നറിയാം, ഈ ദൈവം ഇടപെടുമെന്നറിയാം. ഇന്ന് രാത്രി ചില അമ്മയുടെ മക്കളുടെ വിഷയത്തിൽ ഇടപെടാൻ, അപ്പൻ്റെ മകളുടെ വിഷയത്തിൽ ഇടപെടാൻ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. എല്ലാ കരങ്ങളും ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇടപെടുന്നൊരു യേശു വന്നിട്ടുണ്ട്. ഈ ദൈവം ഇടപെടാൻ പോവുകയാണ്. ഈ ദൈവം ഇന്ന് രാത്രി ഇടപെടും കേട്ടോ. അമ്മയുടെ മോൻ്റെ കാര്യത്തിൽ ഇടപെടും, അപ്പൻ്റെ മകളുടെ കാര്യത്തിലും അമ്മയുടെ മോൻ്റെ കാര്യത്തിലും ഇടപെടും. പിന്നെ ആ പെങ്ങന്മാർ, അവിടെ അപ്പൻ്റെ അമ്മയുടെയും പേരില്ല, ഒരു പക്ഷേ അപ്പനും അമ്മയും മരിച്ചു കാണും. പിന്നെ 2 പെങ്ങന്മാരും ഒരാങ്ങളെയും, ആകെ ഒരു കൂടപ്പുറപ്പ്. ഈ കൂടപ്പുറപ്പൂടെ പോയ ഈ പെങ്ങന്മാരെങ്ങനെയാണ് വീട്ടിൽ കിടക്കും? 2 പെൺപിള്ളേർ തന്നെ എങ്ങനെയാണ് വീട്ടിൽ കിടക്കും? ഒറ്റയ്ക്ക് ആ പെങ്ങന്മാരെന്തോ ചെയ്യും? 4 ദിവസമായി എല്ലാവരും പോകാൻ തുടങ്ങുക. പക്ഷെ അപ്പോൾ ഒരാൾ വന്നു, യേശുവാ, ഇതിനാ ഈ പെങ്ങന്മാരുടെ സങ്കടത്തെ ഇടപെടാനാ. അവിടെ കല്ലറയ്ക്ക് ചെന്നിട്ട് അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയൊരു വാക്ക്, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വാക്ക്, യേശു കണ്ണുനീർ വാർത്തു. എന്തിനാ കരഞ്ഞത്? പെങ്ങടെ സങ്കടം കണ്ടപ്പോൾ കർത്താവ് കരഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പെങ്ങന്മാരുടെ സങ്കടം കാണുന്ന ഒരാങ്ങളയുണ്ട്, പേര് യേശു. എല്ലാ പെങ്ങന്മാരുടെയും സങ്കടം കാണുന്ന ഒരു ആങ്ങളയുണ്ട്, സഹോദരൻ, മൂത്ത സഹോദരൻ. കർത്താവിൻ്റെ പേര് യേശു. ഈ രാത്രി എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട് ഇടപെടാൻ. കരങ്ങളെ ഉയർത്തി സങ്കടങ്ങളെല്ലാം പറയാം കേട്ടോ. എല്ലാവർക്കും അവരുടെ സങ്കടങ്ങൾ പറയാം. ഇടപെടാൻ വേണ്ടി മാത്രമുള്ള രാത്രിയായത്. യേശു ഇടപെടാൻ വന്നിട്ടുണ്ട്. ഞാൻ വലിയ ആഴങ്ങളൊന്നും പറയാൻ എനിക്കില്ല, പക്ഷെ എനിക്കൊരാഴം അറിയാം. എൻ്റെ സങ്കടത്തിലെല്ലാം ഇടപെട്ട ഒരാളെ അറിയാം. ഇന്നും ഇടപെടുന്ന ഒരാളെ അറിയാം. പേര് യേശു. അപ്പൻ്റെ മോടെ കാര്യത്തിൽ ഇടപെടും, അമ്മയുടെ മോൻ്റെ കാര്യത്തിൽ ഇടപെടും, പെങ്ങന്മാരുടെ ആങ്ങളുടെ കാര്യത്തിൽ ഇടപെടും. പിന്നെ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ്റെ വിഷയത്തിൽ ഇടപെടും. കൂനിപ്പോയ സഹോദരിയെ നിവർക്കും. 12 വർഷം രക്തസ്രാവം കൊണ്ട് ഏറിയൊന്ന് സഹിച്ച് മുതലെല്ലാം പോയ ആ സഹോദരിയുടെ ജീവിതത്തിൽ ഇടപെടും. പിന്നെ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ നിലവിളിച്ച മകൻ്റെ നിലവിളിക്ക് മുമ്പിൽ നിന്ന് ഇടപെടും. പിന്നെ പിറവിയിലെ കുരുടനായ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇടപെടും. 38 സംവത്സരം കർത്താവെ കൊളക്കടവിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ട യേശു, ഇതാ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുക. ഇടപെടാൻ യേശു വന്നിട്ടുണ്ട്. എൻ്റെ യേശു ഇടപെടുന്ന യേശു. ഈ രാത്രി അത്ഭുതകരമായ ദൈവപ്രവർത്തികളുടെ രാത്രിയായി മാറട്ടെ. ശഖന റിബാല ഹംധന റബന ഹദന റിഗന രബന ഹദ്ധന റബന റീഖ റബല ഹദന. അവൻ സമാധാനം ഇടപെട്ട് സമാധാനം തരാൻ. നാളെ എങ്ങനെ കരമടയ്ക്കാന്നറിയില്ല. അവർക്ക് നാളെ എങ്ങനെ കരമടയ്ക്കുമെന്നറിയില്ല. റോമാക്കാര് കരം പിരിക്കാൻ വരുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ അവിടെ ഉത്തരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചോദ്യത്തിന് മറുചോദ്യമില്ല.
യേശു പറഞ്ഞു, നീ പോയിട്ട് ചൂണ്ടയെടുക്ക്, പിടിക്ക്, ഒരു മീനെ കിട്ടും, അതിൻ്റെ വായിൽ ചതുർദ്രഹ്മ പണമുണ്ട്, എൻ്റേതും നിൻ്റേതും കരം കൊടുക്കാൻ. നീ എൻ്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ നിൻ്റെ കാര്യം നോക്കുന്നു, നീ എൻ്റെ കാര്യം നോക്കുമ്പോൾ നിൻ്റെ കാര്യം നോക്കുന്നു. നീ എൻ്റെ കരം കടയ്ക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്, നിന്റെ കരം അടയ്ക്കാൻ എൻ്റെ പദ്ധതിയുണ്ട്. അത് മറക്കാത്ത ഒരു ദൈവം ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. പൊന്നു കുഞ്ഞ്, എന്തിനാ നിന്റെ പക്ഷത്തിൽ ഇടപെടാൻ? ശബല ഹതുനിയ റഗന സംധന ഹതന റഖന രവന ഹദന റിബന ബലഗദന ഹന്ദന. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കാൻ, പീഡിതർക്ക് സമാധാനം കൊടുക്കുവാൻ, അപ്പൻ്റെ മകളുടെ വിഷയത്തിൽ, അമ്മയുടെ മകൻ്റെ വിഷയത്തിൽ, ആങ്ങളമാരുടെ പെങ്ങന്മാരുടെ ആങ്ങളുടെ വിഷയത്തിൽ കർത്താവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ചന്ദ്രരോഗം വന്ന് ബാധിച്ച മകൻ, ആത്മാവ് അവനെ നുരപ്പിച്ച് തള്ളിയിടുകയാണ്. പക്ഷേ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ എനിക്കൊരു കർത്താവിനെ അറിയാം. മനുഷ്യൻ്റെ പ്രശ്നങ്ങളുടെ സമാധാനം കൊടുക്കുന്നൊരു ദൈവമുണ്ട്. രോഗം മനുഷ്യൻ്റെ സമാധാനത്തെ കളയും. കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ ഏറെയും രോഗത്തിൽ സൗഖ്യം കൊടുത്ത കർത്താവാണ്. ഇന്നും കർത്താവ് രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ കഴിഞ്ഞ 25 മെയ് മാസത്തിൽ എനിക്കൊരു വലിയ ഒരു പ്രശ്നമുണ്ടായി. അത് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാം. അപ്പോൾ ആ സമയങ്ങളിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഈ നടാന്നിൽ നിന്ന് ഇങ്ങനെ രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകും. തിരുവനന്തപുരം വരെയൊക്കെ വരും, പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുന്ന ഒരു പ്രാർത്ഥനാ സമയം കണ്ട മാസങ്ങളായിരുന്നു. ചിലപ്പം അടുത്തൊക്കെയാണ് ഞാനും വൈഫും കൂടെ പോകും. അപ്പോൾ അന്നേരം ഞങ്ങൾക്കൊരു എന്താണ് പറയുക, ഒരു അനുഭവം ഉണ്ടായത്. ഒരു രാത്രി ഞങ്ങളൊരു പുറത്തൊരു രാജ്യത്ത് കിടക്കുമ്പോൾ എൻ്റെ ഭാര്യ ഒരു ദർശനം കണ്ടു. ഞാനും ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാൻ പോകുന്നു. അവൾ ജീപ്പ് ഓടിക്കുന്നു, ഞാൻ സൈഡിൽ ഇരിക്കുന്നു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ഇറങ്ങി എന്നും 4 വശത്തേക്കും കൈ നീട്ടി കരം ഉയർത്തി പ്രാർത്ഥിക്കും. യെശയ്യാ 43 പറഞ്ഞ്, വടക്കിനോട് തിരിക, തെക്കിനോട് തടഞ്ഞു വെക്കൽ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു ശൈലി, ഒരു രീതി, സാധാരണ ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെ അന്ന് അവൾ കാണുന്ന സ്വപ്നത്തിൽ ഞങ്ങളിങ്ങനെ ഞാൻ ഇറങ്ങി നിന്ന് പ്രാർത്ഥിക്കുന്നു, അവൾ ജീപ്പേ ഇരിക്കുന്നു. ആ സമയത്ത് ഒരു വണ്ടി വരുന്നു. ആ വണ്ടിക്കകത്ത് നിറച്ച് ചാക്കുകളാണ്. അതിനകത്തുനിന്ന് വണ്ടി ക്രോസ് ഇട്ടിട്ട് ഒരു ഡ്രൈവർ ഇറങ്ങിയിട്ട് ഒരു ചാക്ക് പൊട്ടിച്ച് ഞങ്ങളുടെ ജീപ്പയിലോട്ട് ഇട്ടു. അപ്പോൾ അതിനകത്ത് നിറച്ച് മണലായിരുന്നു. അപ്പം ബോണറ്റേലും ഗ്ലാസ്സേലും എല്ലാം മണലായി, ഓടിക്കാൻ വയ്യ, മൊത്തം പൊടിയായി. അപ്പോൾ ഇവളിറങ്ങിച്ചെന്ന ഡ്രൈവറോട് ചോദിച്ചു, സ്വപ്നത്തിലാണ്, എന്താ ചേട്ടാ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ, എൻ്റെ ഒരു ചെറിയ സമ്മാനം ഇരിക്കട്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. എന്നോട് രാത്രി ഉണർത്തി പറഞ്ഞു. കഴിഞ്ഞു. പക്ഷെ നേരം വെളുത്തപ്പം പതുക്കെ ഇത് ഒരു കുരു പോലെ പൊങ്ങാൻ തുടങ്ങി. 2-3 ദിവസം കൊണ്ട് ഉച്ച മുതൽ ഉള്ളംകാരി വരെ ബാധിച്ചു. പക്ഷെ പിന്നെ അതങ്ങ് കരിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനൊരു ദിവസം രാവിലെ മയാമി എയർപോർട്ടിലൂടെ നടക്കുമ്പോൾ കുറേ നടക്കണം. നടന്നു വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുക എനിക്ക് നടക്കാൻ ഒക്കുന്നില്ല. ഞാൻ നടക്കുമ്പോൾ വേച്ച് പോവുകയാണ്. അന്ന് എൻ്റെ ബാലൻസ് പോയി, എൻ്റെ ശരീരം മുഴുവൻ മരവിച്ചു. ഇത്രയും ഭാഗത്ത് സെൻസേഷൻ ഇല്ല. ഞാൻ നാട്ടിൽ വന്നു. സ്പൈനൽ കോഡിന് ഇൻഫ്ലമേഷൻ എന്നുള്ള ഒരു കൺക്ലൂഷനിലെത്തി. സ്റ്റിറോയിഡ് ഇട്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, കുറവുണ്ടോ എന്ന് ചോദിച്ചു. കുറച്ച് ദിവസം കിടന്നിട്ടും കുറവില്ല. പിന്നെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഷുഗർ കൂടി വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. സത്യത്തിൽ മാറി എന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. പക്ഷേ എൻ്റെ പ്രശ്നം മാറിയിട്ടില്ലായിരുന്നു. കാരണം അവിടെ കിടന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നിയില്ല. കാര്യമായ വ്യത്യാസം ഉണ്ടായുമില്ല. ഇരുന്നു കൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുമ്പം ഭാര്യ എന്നെ കൂടെ കളിയാക്കും. ഇരുന്ന് സുഖം പിടിച്ചതാണ്, എങ്ങനെങ്കിലും എഴുന്നേൽപ്പിക്കാനാ. ഇരുന്ന് സുഖം പിടിച്ചു പോയി. നടക്കുമ്പോൾ ഒരാൾ കൂടെ വേണം. വടി കുത്തി നടക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു സഹോദരൻ പോയിട്ട് എനിക്കൊരു ഇരുമ്പ് കൊണ്ട് ഒരു കാലം കൂടെ ഉണ്ടാക്കി തന്നു. കാരണം വടി കുത്തി നടക്കണ്ട, കാലം കൂടെ ആകുമ്പോൾ അത്രയും വൃത്തികേടില്ലല്ലോ. അങ്ങനെ കാലം കൂടെ പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഇതുപോലൊരു സ്റ്റെപ്പ് കയറണമെങ്കിൽ പുറകിൽ ആൾ നിൽക്കണം. അങ്ങനെയൊരു സമയം. അപ്പോൾ എനിക്കൊരിക്കലും ഇനി ഒരു യാത്രയോ നിന്നുകൊണ്ടുള്ളൊരു പ്രസംഗമൊന്നും കാണത്തില്ലെന്ന് ഞാനും മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അതിനോട് അക്വൈൻറ്റ് ചെയ്തു. മനസ്സ് ഒരു പരിധി വരെ അതിനോട് സമരസപ്പെട്ടു. പക്ഷേ സ്വകാര്യമായ രാത്രികളിൽ ഞാനും സങ്കടപ്പെട്ടു. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? പക്ഷേ ഒരു ദിവസം കോട്ടയത്ത് നിന്ന് കുറച്ച് പല അമ്മമാർ ഉപവസിച്ചു. എനിക്ക് വേണ്ടി 40 ദിവസം ഉപവസിച്ച ഒരു ആൻറ്റിയുണ്ട്. 21 ദിവസം ഉപവസിച്ചൊരു മോനുണ്ട്. ഗൾഫിലെ ചൂടേറിയ വെയിലത്ത് മൊത്തം എനിക്ക് വേണ്ടി ഉപവസിച്ചുകൊണ്ട് പുറത്ത് ജോലി ചെയ്ത കുഞ്ഞുങ്ങളുണ്ട്.
കുറേ ആൻറ്റിമാർ വന്നു, എന്നെ ഒരു കസേര ഇരുത്തി ഇരുന്നു. അവർ കരയാൻ തുടങ്ങി. ആ അമ്മമാരുടെ കരച്ചിൽ എൻ്റെ ദേഹത്തൂടെ വീണൊഴുകി. അന്ന് ഞാൻ എഴുന്നേറ്റു. എനിക്കിന്നും അറിയാം, ഇടപെടുന്ന ഒരു കർത്താവിനെ അറിയാം. 2000 വർഷം മുമ്പ് മനുഷ്യൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ട ക്രിസ്തുവും ഇന്ന് രാത്രിയിലും ഇടപെടാൻ വന്നിട്ടുണ്ട്. യേശു രോഗികളെ സുഖപ്പെടുത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്. എന്തിനാണ്? നിൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരു യേശുവുണ്ട്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് യേശു ഇടപെടും. യേശു ഇടപെടുന്ന യേശു വന്നിട്ടുണ്ട്. രോഗികളുടെ വിഷയത്തിൽ കർത്താവ് ഇടപെടുവോ? 1000 നാവോടെ ഞാൻ പറയും, യേശു ഇടപെടും. 1000 കണ്ണീരിനെ മറികടക്കാത്തൊരു കർത്താവുണ്ട്. കണ്ണീരൊപ്പിയെടുക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്തൊരു കർത്താവുണ്ട്. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇടപെടും. മാനസിക പ്രശ്നങ്ങൾ ഇടപെടുവോ? മാനസിക പ്രശ്നങ്ങൾ ഇടപെടും. അന്ന് മാനസിക പ്രശ്നങ്ങൾക്കെല്ലാം കർത്താവിൻ്റെ കാലത്ത് പൈശാചിക ബന്ധനങ്ങൾ എന്നുള്ള ഒരു പേരായിരുന്നു. അതൊരു പരിധി വരെ സത്യവുമുണ്ട്. പല മാനസിക പ്രശ്നങ്ങളുടെ പിന്നിൽ എല്ലാത്തിൻ്റെ അല്ലെങ്കിലും പൈശാചിക ബാധകളുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് സഭകൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഏത് വിഷയങ്ങളിലും ഇടപെടുമായിരുന്നു. അങ്ങനെ ഭ്രാന്ത് പിടിച്ച ഒത്തിരി പേരെ എളിയവരുടെ വീട്ടിൽ കൊണ്ടിട്ട് ചികിത്സിച്ചിട്ടുണ്ട്. ചികിത്സിക്കുകയല്ല, കെട്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ വയലൻ്റായിട്ടുള്ളവർക്ക്, അമ്മ നേഴ്സായിരുന്നു, ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഉറക്കിയിട്ട് പ്രാർത്ഥിച്ച് ഭൂതങ്ങൾ ഇറങ്ങി പോകുന്നതും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ധാരാളം ഭ്രാന്തരെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. എനിക്കൊരു 10-16 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. അയാളെ വയലൻ്റായപ്പോൾ ഞങ്ങളുടെ പിള്ളേരെല്ലാം കൂടെ അയാളെ പിടിച്ച് കെട്ടിയപ്പോൾ കമത്തിയിട്ട് കൈ പുറമോട്ട് വെച്ച് കെട്ടിയപ്പം ഞാനൂടെ കൂടിയാണ് കെട്ടിയത്. പക്ഷേ ഈ കെട്ടുമ്പം അവൻ്റെ സഹോദരി അരികിൽ നിന്ന് വെല്ലുവായി കരയുന്നത് ഇന്നും എൻ്റെ മനോമുഖരത്തിലുണ്ട്. ദൈവം ആ സഹോദരനെ സൗഖ്യമാക്കി. കാലം ഒത്തിരി മുമ്പോട്ട് പോയപ്പോൾ ആ സഹോദരൻ കല്യാണം കഴിച്ചു. എന്നെക്കാട്ടും മൂത്താണ്, കല്യാണം കഴിച്ചു. ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്തു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പം ആ മകന്, ആ സഹോദരന് മക്കളൊക്കെ ഉണ്ടായി. മക്കൾ പഠിച്ചു, വലുതായി. ആ മക്കളുടെ വിവാഹപ്രായം എത്തിയപ്പം ഞാൻ ഓടയിൻ്റെ പാസ്റ്ററാണ്, ഞാനാണ് വിവാഹം നടത്തുന്നത്. അപ്പം ഞാൻ വിവാഹം നടത്തിയപ്പം പറഞ്ഞു, അപ്പനും അമ്മയ്ക്കും അടുത്ത് വന്ന് നിൽക്കാം, അവരുടെ ഒരു ദിവസമല്ലേ, അവർക്ക് അടുത്ത് വന്ന് നിൽക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഈ അപ്പനും അമ്മയും 2 പേരുടെയും അടുത്ത് വന്ന് നിൽക്കുക. ഈ അപ്പൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഓർമ്മ വന്നു. ഈ അപ്പനെ ഞാൻ പിടിച്ചു കെട്ടിയതാണ്. ഇന്ന് മകൻ്റെ കല്യാണത്തിൽ നിൽക്കുക. അവൻ്റെ അമ്മയ്ക്കതറിയില്ല, അവർക്കതറിയില്ല. പക്ഷെ ഞാൻ പിടിച്ചു കെട്ടിയതാണ്. വർഷം കുറേ മുമ്പോട്ട് പോയി. ആ മകന് മക്കളുണ്ടായി. കൊച്ചുമക്കളുടെ സമർപ്പണത്തിൽ ഞാൻ പറഞ്ഞു, വല്യപ്പനും വല്യമ്മച്ചിക്കും വരാം. വല്യപ്പൻ വന്ന് കൊച്ചുമകൻ്റെ സമർപ്പണത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിത്രമുണ്ട്. ഈ വല്യപ്പനെ ഞാൻ പിടിച്ചു കെട്ടിയതാണ്. ഇന്നും എനിക്കൊരു കർത്താവിനെ അറിയാം. മാനസിക പ്രശ്നങ്ങളിൽ ഇടപെടുന്നൊരു ദൈവമുണ്ട്. എത്രയോ മാനസിക പ്രശ്നങ്ങളെ സുഖപ്പെടുത്തിയ കർത്താവ്. എളിവൻ ഈ അടുത്തിടയ്ക്ക് കണ്ട ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി വിഷാദത്തിലേക്ക് പോയ മക്കൾ, ഭയത്തിൻ്റെ ലോകത്തിലേക്ക് പോയ മക്കൾ, പരീക്ഷ എഴുതാൻ കഴിയാതെ പോയ മക്കൾ, ജോലി ചെയ്യാൻ കഴിയാതെ പോയ മക്കൾ, മരുന്നിന് അടിമപ്പെട്ട് ജീവിതം തുലയ്ക്കുമെന്ന് വിധിക്കപ്പെട്ട മക്കളെയൊക്കെ കർത്താവ് വീണ്ടെടുക്കുന്നത് കണ്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്. എന്തിനാ? മാനസിക പ്രശ്നങ്ങൾ ഇടപെടാൻ. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒന്ന് ആരാധിച്ച് ഇടപെടാൻ യേശു വന്നിട്ടുണ്ട്. എന്തിനാ? നിനക്ക് സമാധാനം തരാൻ. സമാധാനം തരും. എങ്ങനെ? മാനസിക പ്രശ്നങ്ങൾ ഇടപെടും. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദുർസ്വപ്നങ്ങൾ കാണുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. ദുർസ്വപ്നങ്ങൾ, പാമ്പ് കാണിക്കാൻ വരുന്നത് പോലെയും ഉപദ്രവിക്കാൻ വരുന്നത് പോലെയൊക്കെയുള്ള ദുസ്വപ്നങ്ങൾ കണ്ട് പേടിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ അന്ധകാര ശക്തിയെ എന്നേക്കുമായിട്ട് ശാസിച്ച് ബന്ധിച്ച് കുടുംബങ്ങളിൽ നിന്ന് ബഹിഷ്കരിച്ച് പുറത്താക്കുന്നു. അകാരണമായ ഭയത്തെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. മാനസികമായ സ്വാതന്ത്ര്യം യേശുവിൻ്റെ നാമത്തിൽ ജനത്തിന് മേലുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ എളിവനെ സുഖപ്പെടുത്തിയ കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. എന്തിന്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അട്ടിപ്പിണരുകളാൽ സൗഖ്യം. ഹല്ലേലൂയ. അവർ മരണവാദിനോട് സമീപിച്ചു. സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയുടെ നിലവിളിച്ച് അവിടുന്ന് വചനമയച്ച് വിടുവിച്ചു. എൻ മനമേ, നീ യഹോവയെ വാഴ്ത്തുക. എൻ്റെ
സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നതിന് യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കൊണ്ട് അവിടുന്ന് നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നെങ്കിൽ ഇന്ന് രാത്രി രോഗത്തിൽ ഇടപെടുന്ന യേശു, മാനസിക പ്രശ്നത്തിൽ ഇടപെടുന്ന യേശു നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. രാത്രി ഇടപെടുന്ന യേശു. ഹല്ലേലൂയ. മകൻ്റെ വിഷയത്തിൽ ഇടപെടും, മകളുടെ വിഷയത്തിൽ ഇടപെടും, സഹോദരൻ്റെ വിഷയത്തിൽ ഇടപെടും. കാരണം അവിടുന്ന് നിത്യപിതാവാണ്. രോഗത്തിൽ ഇടപെടും. ആമേൻ. ഹല്ലേലൂയ. 2, മാനസിക പ്രശ്നങ്ങളിൽ യേശു ഇടപെടുന്ന യേശു. 3, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇടപെടുമോ? ഇടപെടും. അവർക്ക് ഭക്ഷണമില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, ഈ ജനം ക്ഷീണിച്ചു പോകുന്നു, അവർക്ക് എന്ത് കൊടുക്കണം? ഭക്ഷണം കൊടുക്കണം. അവിടെ കയ്യിൽ 5 അപ്പമേ ഉള്ളൂ. ഒരു കുഞ്ഞിനെ കെട്ടി, ആ കുഞ്ഞിൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. പക്ഷേ ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? ഇത്രയും വലിയൊരു ആവശ്യത്തിന് ഇത് തികയുമോ? ഇല്ല. പക്ഷേ എണ്ണത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. 5 അപ്പം കൊണ്ട് ആകാശത്തേക്ക് ഉയർത്തി ഹല്ലേലൂയ വാഴ്ത്തി വിശുദ്ധീകരിച്ച് കൊടുത്തൊരു യേശു ഇന്ന് രാത്രി സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇടപെടും. എങ്ങനെ ഇടപെടുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, കർത്താവിന് വഴികളുണ്ടെന്നറിയാം. ഒരു വഴി അടയുമ്പോൾ 1000 വഴി തുറക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാനും തുറക്കാതെ വണ്ണം അടയ്ക്കാനും കഴിവുള്ള വിശുദ്ധനും സത്യവാനും എന്ന പേരുള്ള ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ള എൻ്റെ ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനാ? സാമ്പത്തിക തകർച്ചകളിലൂടെ പോകുന്നവർക്ക് വേണ്ടി അത്ഭുതകരമായ വഴികളെ തുറക്കാൻ. സാമ്പത്തിക പ്രശ്നത്തിൽ കർത്താവ് ഇടപെടുമെന്ന് അനുഭവമുള്ളവരൊന്ന് കരമുയർത്തി സ്തോത്രം ചെയ്ത്. സാമ്പത്തിക പ്രശ്നത്തിൽ കർത്താവ് ഇടപെടുമോ? 1000 വട്ടം ഇടപെടും. കടഭാരത്തിൽ ദൈവം ഇടപെടും. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് വന്നിട്ടുണ്ട്. എന്തിനാ? യേശു ഇവിടെ വന്നിട്ടുണ്ട് ഇടപെടാൻ വേണ്ടി. മാനസിക പ്രശ്നങ്ങളിൽ എന്താണ് കുഞ്ഞെ നിൻ്റെ മനസ്സിൻ്റെ സങ്കടം? ആ സങ്കടത്തെ തൂക്കി നോക്കുന്ന കർത്താവ് വന്നിട്ടുണ്ട്. ഞാൻ നിൻ്റെ സങ്കടത്തെ തൂക്കി നോക്കുന്ന ദൈവമെന്ന് ഹന്നായുടെ പ്രശ്നത്തിൽ ഇടപെട്ട ദൈവം നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ, നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടാൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. രൂത്ത്, ബോവസ് അവർ വരികയാണ്. ഹല്ലേലൂയ. കാല പറക്കി ജീവിക്കാൻ ആഗ്രഹിച്ച അവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഒരു ദൈവം ഈ രാത്രി നമുക്ക് വേണ്ടി ഇടപെടാൻ വന്നിട്ടുണ്ട്. അനാഥിയായ എസ്തേറിനെ രാജ്ഞിയാക്കിയ ദൈവം ഹല്ലേലൂയ. സാമ്പത്തിക പ്രശ്നത്തിൽ ഇടപെട്ട് സീസണെ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് അല്പനേരം ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. ഒന്ന്, ഈ ദൈവം പിതാവാണ്. എങ്ങനെ? യേശുവിലൂടെ പിതാഭാഗം. അതിനെന്ത് ചെയ്യണം? യേശുവിനെ കൈക്കൊള്ളണം. എവിടെ? ഹൃദയത്തിൽ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം പിതാവായി സ്വീകരിക്കും. ഈ രാത്രി ആ ബന്ധം വർദ്ധിക്കുന്ന രാത്രിയായി മാറട്ടെ. പിന്നെ പറയും, ഞാൻ അനാഥനല്ല. എന്തുകൊണ്ട് അനാഥനല്ല? എൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു യേശു ഉണ്ട്. എന്താണ് സമാധാനം തരുന്നത്? എൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ ആരുമില്ലെന്നുള്ള ചിന്ത ഇന്ന് രാത്രി ആ വേരോടെടുത്ത് മാറിയിട്ട് പറ, എൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു യേശു ഉണ്ട്. ഹല്ലേലൂയ. മകളുടെ പ്രശ്നത്തിൽ ഇടപെടുമോ? 1000 വട്ടം പറയും ഇടപെടും. മകൻ്റെ പ്രശ്നത്തിൽ ഇടപെടുമോ? 1000 വട്ടം പറയും ഇടപെടും. ആങ്ങളയുടെ പ്രശ്നത്തിൽ ഇടപെടുമോ? ഇടപെടും. പെങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുമോ? ഇടപെടും. ദാമ്പത്യ പ്രശ്നത്തിൽ ഇടപെടുമോ? ഇടപെടും. ഹല്ലേലൂയ. രോഗപ്രശ്നത്തിൽ ഇടപെടുമോ? ഇടപെടും. മാനസിക പ്രശ്നത്തിൽ ഇടപെടുമോ? ഇടപെടും. സാമ്പത്തിക പ്രശ്നത്തിൽ ഇടപെടുമോ? ഇടപെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ കർത്താവ് സമാധാനം തരാൻ വന്നിട്ടുണ്ട്. എങ്ങനെ? ഇടപെട്ട് സമാധാനം തരാൻ. അതുകൊണ്ട് ഇപ്പോൾ നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ ഈ പറയുന്ന മേഖലകളിൽ ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞ്, എൻ്റെ മകന്, എൻ്റെ സഹോദരൻ, എൻ്റെ സാമ്പത്തികം, എൻ്റെ രോഗം, എൻ്റെ മാനസികമായ പ്രശ്നം. പലപ്പോഴും നമുക്ക് പാപബന്ധനങ്ങൾ നമ്മുടെ സമാധാനത്തെ തകർക്കും. ദൈവവുമായിട്ടുള്ള ബന്ധം അത് തകർക്കും. അതുകൊണ്ട് എൻ്റെ ദൈവമേ, എനിക്ക് പലപ്പോഴും തീരുമാനമെടുത്തിട്ടും മോചനം പ്രാപിക്കാൻ കഴിയാത്ത ആ പാപത്തെ എന്നിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനത്തെ ദൈവം അഴിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രി എനിക്ക് കർത്താവിൻ്റെ ഒരു ഇടപെടൽ വേണം. അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച് ആ മേഖലയെ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് കുഞ്ഞുങ്ങൾ പോലും പ്രാർത്ഥിക്കണം. കുഞ്ഞെ, ഈ ദൈവം പിതാവാണ്. ഒരാൾ പോലും അടുത്തിരിക്കുന്ന ആളെ നോക്കരുത്. ഹൃദയം പകരണം. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു വാചകം വേദപുസ്തകത്തിലുള്ളത്, ഹന്ന തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഹൃദയം പകരാനുള്ള സമയമാണ്.
ഹൃദയം പകരാനുള്ള ഒരു സമയമാണ്. കർത്താവിനോട് പ്രാർത്ഥിച്ചേ, കർത്താവിനോട് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഞാൻ എൻ്റെ ആത്മാവിൻ്റെ അന്തരംഗത്തിലുള്ള ഒരു ബോധ്യം, ഭയങ്കര ദൈവസ്നേഹം ഈ ദേശത്ത് വ്യാപരിക്കുക. ദൈവസ്നേഹം കൊണ്ട് എല്ലാവരെയും കർത്താവ് പൊതിയുക. ദൈവം ഭയമല്ല, ദൈവം ഭയമല്ല, ദൈവം സ്നേഹമാണ്. രാത്രി കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. കുഞ്ഞെ, യേശു നിന്നെ സ്നേഹിക്കുക. പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവുണ്ട്. കർത്താവിന് നിങ്ങളോട് സ്നേഹമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ സ്നേഹത്തോട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി പറ, യേശുവേ എനിക്ക് അങ്ങയെ സ്നേഹമാണ്. ഒരിക്കൽ ഒരു രാജകുമാരന് കല്യാണപ്രായമായപ്പോൾ അപ്പം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഒരു വധുവിനെ തിരഞ്ഞെടുക്കാം നമ്മുടെ ദേശം, വിശാലമായ ദേശത്ത്. പക്ഷേ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പറഞ്ഞു. സുശീലയായിരിക്കണം, സൗന്ദര്യം ഉണ്ടായിരിക്കണം, സ്നേഹമുള്ള കുട്ടിയായിരിക്കണം, മനുഷ്യൻ്റെ കരുണയുള്ള കുട്ടിയായിരിക്കണം. അതിനുവേണ്ടി നിനക്ക് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കാം. ആ ചെറുക്കൻ രാജകുമാരൻ തൻ്റെ വലിയ രാജവസ്ത്രങ്ങളിൽ കുതിരപ്പുറത്ത് അംഗരക്ഷകരോടൊപ്പം, ചേവകരോടൊപ്പം, അകമ്പടിക്കാരോടൊപ്പം ഗ്രാമങ്ങളിലൂടെയും പക്കത്തിനും കൂടെ സഞ്ചരിച്ചു. അങ്ങനെ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി, ഗ്രാമീണിയായ ഒരു പെൺകുട്ടി വരുന്ന കണ്ടു. ആ ഗ്രാമത്തിലെ ആ പെൺകുട്ടിയോട്, വളരെ ഗ്രാമീണ സൗന്ദര്യമുള്ള കുട്ടിയോട് തനിക്കൊരു സ്നേഹം തോന്നി. തനിക്ക് രാജകുമാരൻ അവളോട് ചെന്ന്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വരൂ എൻ്റെ കൂടെ പറയണമെന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് താൻ ചിന്തിച്ചത്, രാജകുമാരൻ അങ്ങോട്ട് ചെന്നിട്ട് ബാടി എൻ്റെ കൂടെ കയറൂ രഥത്തിൽ എന്ന് പറഞ്ഞാൽ സ്നേഹം പിടിച്ചെടുക്കാനുള്ളതല്ലല്ലോ. സ്നേഹം എങ്ങനെ പിടിച്ചെടുക്കുന്നതും ബലമായിട്ടും കീഴടക്കേണ്ട ഒന്നല്ല. എന്ത് സ്നേഹം അല്ലല്ലോ, ആണോ? അല്ല. അതുകൊണ്ട് എങ്ങനെ താൻ തിരിച്ചു വന്നു, ചിന്തിച്ചു, എനിക്കെങ്ങനെ പെൺകുട്ടിയെ സ്നേഹം പിടിച്ചെടുക്കാം. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, രാജവസ്ത്രം അഴിച്ചു വെച്ചു. എന്നിട്ട് ആ ഗ്രാമത്തിൽ പോയി ഒരു നല്ല കർഷകനായി ജീവിച്ചു. ഗ്രാമവാസികൾക്ക് ഈ ചെറുപ്പക്കാരനെ ഇഷ്ടമായി. ഗ്രാമത്തിലെ ആരുടെ എന്ത് പ്രശ്നത്തിലും ഇടപെടും. ആര് മരിച്ചാലും അവിടെ ഉണ്ട്, ആരുടെ കല്യാണത്തിനും അവിടെ ഉണ്ട്, ആർക്ക് ആവശ്യം വന്നാലും അവിടെ ഉണ്ട്. നല്ലവനായ ചെറുപ്പക്കാരനെ ഗ്രാമക്കാർക്കെല്ലാം ഇഷ്ടമായി. അവരിലൊരുവനായി അവിടെ ജീവിച്ചു. പലപ്പോഴും പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടു, വർത്തമാനം പറഞ്ഞു. പക്ഷേ ഒരു ദിവസം ഈ പെൺകുട്ടി വളരെ നാണത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് താങ്കളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ രാജകുമാരൻ പറഞ്ഞു, ഈ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയെല്ലാം വന്നത്. ഞാൻ രാജകുമാരനാണ്, നിനക്കതറിയില്ല. പക്ഷേ നിന്നെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. നിൻ്റെ വായുന്ന സ്നേഹമാണെന്നുള്ളത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്രാമത്തിൽ വന്ന് ഒരു ഗ്രാമീണനായി ജീവിച്ചത്. യേശു ഇത് തന്നെ പറയും, ഞാൻ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ മനുഷ്യനായി വന്നത്, മനുഷ്യനായി ജീവിച്ചത് നമ്മുടെ വായുന്നൊരു വാക്ക് കേൾക്കാനാ. എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് കേൾക്കാനാ, എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് കേൾക്കാനാ. ആ ഒരൊറ്റ വാക്കാണ് യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെ ധന്യമാക്കുന്നത്. രാത്രി എത്ര പേര് യേശുവിനോട് പറയും, എനിക്ക് യേശുവിനോട് സ്നേഹം. അതിനുവേണ്ടി മാത്രമാണ് ആ രാജകുമാരൻ തൻ്റെ കുപ്പായം അഴിച്ചു വെച്ച് ഗ്രാമത്തിൽ ജീവിച്ചതുപോലെ അവൻ ദൈവരൂപത്തിൽ ഇരിക്കേ, ദൈവത്തിൻ്റെ ഭാവത്തിൽ വന്ന നമ്മളൊക്കെ പേടിച്ചു പോകത്തില്ലേ, അതിന് ദൈവരൂപത്തിൽ ഇരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസ്യരൂപം എടുത്ത് മനുഷ്യനായി അവതരിച്ച യേശു പറയുന്നു, ഞാൻ വന്നത് ഈ കഷ്ടപ്പെട്ടതെല്ലാം നിന്റെ വായിന്ന് ഒറ്റ വാക്ക് കേൾക്കാനാ. എനിക്ക് നിന്നോട് പ്രണയമാ, എനിക്ക് നിന്നെ ഇഷ്ടമാ, സ്നേഹമാ. അങ്ങനെ ഇന്ന് രാത്രി യേശുവേ എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് എത്ര പേര് പറയും? അങ്ങനെ പറയുന്നവർ കരമുയർത്തി ഒന്ന് പറ, എനിക്ക് സ്നേഹമാണ് കർത്താവ്. ആ ഒരൊറ്റ വാക്കാണ് കർത്താവിനെ ധന്യമാക്കുന്നത്. കർത്താവിൻ്റെ ജഡാവതാരത്തെ ധന്യമാക്കുന്നത് എൻ്റെയും നിൻ്റെയും വായിന്ന് വരുന്ന ഒരു വാക്കാണ്, സ്നേഹമാണ്. എനിക്ക് അങ്ങയോട്, കുഞ്ഞ് പറയോ, എനിക്ക് അങ്ങയോട് സ്നേഹമാണ്. കർത്താവ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഹൃദയത്തിലാണ്. അവിടെയാണ് യേശു വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അത്ര പേർക്ക് അസോട് പറയും, എനിക്ക് അങ്ങേ സ്നേഹമാണ്. രണ്ട് കൈ ഉയർത്തിപ്പറ, സ്നേഹമാ കർത്താവേ, എനിക്ക് നിന്നെ സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം പിന്നെ സ്നേഹിക്കാതെ പീക്കണമെന്നെ ആശേഷം. ഈ സ്നേഹത്തോടുള്ള പ്രതികരണം എന്നാണെന്നറിയാമോ? കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുക. ഇന്ന് വരെയും കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ ദൈവത്തിന് ഹൃദയം കൊടുക്കാനുള്ള ഒരു സമയമാണ്. എൻ്റെ ഹൃദയം കർത്താവിനാണ്. എനിക്ക് കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവിനെ ഞാൻ സ്വീകരിക്കുക. അതിനുള്ള പ്രായം, വിശ്വസിക്കാനുള്ള പ്രായം. കണ്ണുകളെല്ലാം അടച്ച്
എൻ്റെ ഹൃദയത്തിൽ എനിക്ക് യേശുവിന് ഇടം കൊടുക്കാൻ ആഗ്രഹമുണ്ട്. യേശു എൻ്റെ ഹൃദയത്തിൽ യേശു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകും. തൻ്റെ ഏകജനായ പുത്രനാം യേശുവിൽ വിശ്വസിച്ച് അവന് ഹൃദയം കൊടുക്കുന്നവർ ദൈവ മക്കളായി മാറും, അവർക്ക് നിത്യജീവൻ കിട്ടും. അങ്ങനെയാണ് ഇന്ന് രാത്രി എനിക്ക് യേശു എൻ്റെ ഹൃദയത്തിൽ വരണം. അങ്ങനെയുള്ളവരൊന്ന് കര ഉയർത്താമോ? യേശുവെ, എൻ്റെ ഹൃദയം കർത്താവിന്, എൻ്റെ ഹൃദയം. കുഞ്ഞെ, നിൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്താൽ കർത്താവിന് നിന്നെ ഇഷ്ടമാണ്. കർത്താവിന് നിന്നെ ഇഷ്ടമാണ്. എൻ്റെ ഹൃദയം കർത്താവിന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൈതാത്തട്ടെ. യേശുവിനോടുള്ള ഈ സ്നേഹം. യേശു നമുക്ക് വേണ്ടി മരിച്ചു. യേശു നമുക്ക് വേണ്ടി മരിച്ചു. ദൈവം മരിക്കുമെന്നാണ് സാധാരണ, പ്രത്യേകിച്ച് ചില സമൂഹം ചോദിക്കും, യേശു ദൈവമാണെങ്കിൽ ദൈവം മരിക്കുമോ? അല്ല, ഞാൻ ചോദിക്കുക, ദൈവം മരിക്കുമോ? ദൈവത്തിന് മരണമുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ യേശു മരിച്ചേ? യേശു മരിച്ചു. യേശു മരിക്കാനൊക്കത്തില്ല, കാരണം യേശു ദൈവമാണ്. ദൈവം എങ്ങനെ മരിക്കും? ദൈവം മരണമില്ലാത്തവനാണ്. ദൈവം അമർത്യനാണ്. അമർത്യനായ ദൈവം എന്തിനാ മരിച്ചത്? ക്രൂശിലെ 7 മൊഴികളിൽ ഒരു മൊഴിയുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ കൈവിട്ടു. ഒരു നിമിഷം പിതാവാൻ ദൈവം മുഖം തിരിച്ചു. പുത്രൻകുമാരൻ സ്വന്തം തൊടി തലചായ്ച്ച് പ്രാണനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു. ഈ ദൈവം മരിച്ചു. മരിച്ച യേശുവിനെ അടക്കി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു മരിച്ചത് കൊണ്ടാണ് അടക്കപ്പെട്ടത് കൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശു മരിച്ചത് എങ്ങനെയാണ്? പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ഏകലംഘനത്താൽ പാപവും പാപത്താൽ മരണവും. അങ്ങനെയാണെങ്കിൽ യേശു മരിച്ചത് നമ്മുടെ പാപത്തിൻ്റെ മൂലമുണ്ടാകുന്ന മരണത്തിന് പരിഹാരം. യേശു മരിച്ചത് കൊണ്ടാണ് മരണത്തിനപ്പുറമുള്ള ഒരു ജീവൻ ലോകത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. മരണത്തിനപ്പുറമുള്ള ഒരു ജീവനെക്കുറിച്ച് ആർക്കും അറിയത്തില്ലായിരുന്നു. യേശുവിൻ്റെ മരണത്തോടു കൂടിയാണ് അത് അറിവായത്. യേശു മരിച്ചത് കൊണ്ട് നമുക്കുള്ള ഗുണം എന്താ? ഉയർപ്പാണ്. ഉയർപ്പിൻ്റെ പ്രത്യാശയാണ്. അതെങ്ങനെ നമുക്ക് ഉണ്ടാകും? യേശുവിൻ്റെ മരണത്തോട് ചേർന്നാൽ ഉയർപ്പിലുണ്ടാകും. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ്റെ മരണത്തിൻ്റെ സ്വരൂപമായ സാദൃശ്യമായ സ്നാനത്തിൽ നിങ്ങൾ അവനോടൊപ്പം പങ്കുചേരുന്നെങ്കിൽ എന്തിനോടും പങ്കുചേരും? ഉയർപ്പിലും പങ്കുചേരും. യേശുവിൻ്റെ മരണത്തിൽ പങ്കുചേരാനുള്ള വഴിയാണ് വിശ്വാസ സ്നാനം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശാപത്തിലാകപ്പെടും. മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, അങ്ങനെ നാം പാപം സംബന്ധിച്ച് മരിച്ച് ജീവിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് നാം ഐക്യമത്യപ്പെട്ടെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തോടും ഐക്യമത്യപ്പെടും. റോമാലേഖനം 6-ാം അധ്യായം. അതിനുള്ള വഴിയാണ് വിശ്വാസ സ്നാനം. ആർക്കുള്ളതാണ് വിശ്വാസ സ്നാനം? വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. എന്ത് വിശ്വസിക്കാം? യേശു എനിക്ക് വേണ്ടി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി തന്നെ വിശ്വസിക്കുന്ന ചേർക്കാൻ യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ മരണത്തോട് ചേരുവാൻ സ്നാനമേറ്റവരായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 കാര്യങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു സ്നാപകൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ ഇനി സ്നാനപ്പെടാൻ? ഉടുത്തിട്ട് കയറാൻ മറ്റൊരു വസ്ത്രം കയ്യിലായിരുന്നു. എൻ്റെ അമ്മ ഈ ചോദ്യത്തിന് മുമ്പിൽ ആറ്റിലെടുത്ത് ചാടി. തിരിച്ചു കയറിയപ്പോൾ ആരൊക്കെയോ പിന്നെ തുണി കൊണ്ടൊന്നാണ് കയറ്റിയത്. പക്ഷേ ആയിരക്കണക്കിന് പേരുടെ സ്നാനം കണ്ടാണ് മരിച്ചത്. ആയിരക്കണക്കിന് പേരുടെ സ്നാനം കണ്ടാണ് മരിച്ചത്. എന്നാൽ മറ്റൊരമ്മ തൻ്റെ മകള് സ്നാനപ്പെടാൻ തീരുമാനിച്ചപ്പം പറഞ്ഞു, കൊച്ചെ നീ ഇപ്പോൾ സ്നാനപ്പെടരുത്, സ്നാനപ്പെട്ടാൽ കല്യാണം കിട്ടിയില്ലേ എന്തോ ചെയ്യും, അതുകൊണ്ട് ഇപ്പം നിൽക്കുക, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ല കല്യാണം അവിടെ വന്നാൽ അവിടെ കെട്ടിക്കാം, ഇവിടെ വന്നാൽ അപ്പം മുക്കാം. പക്ഷേ 36 വയസ്സ് വരെ കൊച്ചിൻ്റെ കല്യാണം നടന്നില്ല. കൊച്ചു മരിച്ച് അടക്കിയതിൻ്റെ പിറ്റേ ദിവസം കല്യാണം വന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു 40 കഴിയട്ടെ കല്യാണം നടത്താം. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, കല്യാണത്തിന് വേണ്ടി സ്നാനം വിലക്കിയ അമ്മയ്ക്ക് എന്ത് കാണാൻ ഒത്തില്ല? കല്യാണത്തിന് വേണ്ടി സ്നാനം വിലക്കിയ അമ്മയ്ക്ക് എന്ത് കാണാൻ ഒത്തില്ല? കല്യാണം കാണാൻ ഒത്തില്ല. പക്ഷേ ഒന്നും ചിന്തിക്കാതെ ആഴിയെന്നോർക്കാതെ ആഴമാരായത് അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു പിൻവരുവാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഞങ്ങൾക്ക് യാക്കോബായ സഭയുടെ ചരിത്രത്തിൽ, കനാന സഭയുടെ ചരിത്രത്തിൽ സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ ആദ്യം മുടക്കിയ കുടുംബം എളിയവരുടെ കുടുംബമാണ്. ആദ്യമായിട്ട് സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ മുടക്കിയ കുടുംബം ഞങ്ങളുടെ കുടുംബം. കൽപ്പന വായിച്ച് എൻ്റെ അറിവിൽ എൻ്റെ വല്യമ്മയാണ് പള്ളിമേടയിൽ ചോദ്യം ചെയ്തത്. പക്ഷേ ഇന്ന് അഭിമാനത്തോടെയും എളിമപ്പെട്ടും പറയും, ആയിരക്കണക്കിന് ആൾക്കാർ കൂടി വരുന്ന ഒരു ദൈവസഭ ഞങ്ങളുടെ ഭവനത്തിലുണ്ട്.
ഹല്ലേലൂയ. എന്താ കാര്യം ചോദിച്ചാൽ അന്ന് ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ കണ്ണുകളെല്ലാം അടച്ചേ.